ഹായ് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലോസ് ഓഫ് മോഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ എന്താണ് കുറേ കാര്യങ്ങൾ കണ്ടു. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, അരിസ്റ്റോട്ടിൽ ഫാലസി, അതേപോലെ തന്നെ ലോ ഓഫ് ഇനേർഷ്യ എന്താന്ന് കണ്ടു, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ കണ്ടു, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സാമിന് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, പ്രത്യേകിച്ച് ഈ 3 ലോസ്. ഓക്കെ, സോ പോയാലോ? ഓക്കെ, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. റിസൾട്ടൻ്റ് ഫോഴ്സ് എന്താണ്? റിസൾട്ടൻ്റ് ഫോഴ്സ് പറഞ്ഞേ, എന്താണ് റിസൾട്ടൻ്റ് ഫോഴ്സ്? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സിസ്റ്റം ഈ സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ, ആ ടോട്ടൽ ഫോഴ്സുകളെയാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിസൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? യെസ്, നമുക്ക് എക്സാമിന് കിട്ടിയ മാർക്കിൽ ടോട്ടൽ റിസൾട്ട്. അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുടെ ടോട്ടൽ സമ്മാണെന്ത്? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിൽ F1, F2, F3, F4 ഇങ്ങനെ കുറേ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്താണ് പറഞ്ഞേ? യെസ്, എഫ് നെറ്റ് ഫോഴ്സ് അല്ലേ. നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 ആണല്ലോ. ഇതാണ് റിസൾട്ടൻ്റ് ഫോഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോടാ? അതായത് ഒന്നുമില്ല, ഒരു സിസ്റ്റത്തിലേക്ക് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണെന്ത്? റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ റിസൾട്ടൻ്റ് ഫോഴ്സിനെ നമുക്ക് എന്താക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. റിസൾട്ടൻ്റ് ഫോഴ്സ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. എന്താണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും? എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ്? ആ പേര് തന്നെ ഉണ്ട് അല്ലേ, പേര് തന്നെ ഉണ്ട്. വാട്ട് ഈസ് ബാലൻസ്ഡ് ഫോഴ്സ്? ബാലൻസ് ചെയ്യുക. എന്താണ് ബാലൻസ് ചെയ്യുക എന്ന് വെച്ചാൽ യെസ്, രണ്ട് ഭാഗത്തും ഈക്വൽ ആവുക അല്ലേ. രണ്ട് ഭാഗത്തും ഈക്വൽ ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത്തരം ഫോഴ്സുകളാണെന്ത്? ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. ഈ ബാലൻസ്ഡ് ഫോഴ്സിന് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റേറ്റ് ഓഫ് റെസ്റ്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷനോ ആ യൂണിഫോം മോഷനോ ഒരു സ്റ്റേറ്റിനെ മാറ്റാനുള്ള കഴിവായിരിക്കില്ല. യെസ്, നമ്മുടെ ബാലൻസ്ഡ് ഫോഴ്സിനില്ല. ഓക്കെ, ഇപ്പം ഏത് സ്റ്റേറ്റിലാണോ ഒരു ഒബ്ജക്റ്റ് ഉള്ളത് അതേ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും നിൽക്കുക. ബാലൻസ്ഡ് ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, നമ്മൾ എന്താണ് ഓണത്തിനൊക്കെ എല്ലാവരും കമ്പവലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. കമ്പവലിക്ക് നിൽക്കുന്ന സമയത്ത് ആദ്യം എന്താണ് കുറച്ചിതാവുമെങ്കിലും പിന്നീട് ഈക്വൽ ആയിട്ട് വരുന്ന സന്ദർഭം ഉണ്ടാവും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗത്തും എന്താണ് 300 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയടാ, ഏതെങ്കിലും ഭാഗത്തേക്ക് എന്താണ് നീങ്ങുമോ? ഏതെങ്കിലും ഗ്രൂപ്പ് ജയിക്കുമോ ഇങ്ങനെയാകുന്ന സമയത്ത്? ഇല്ല. കാരണം എന്താണ്? ഇവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആണുള്ളത് അല്ലേ. കാരണം എന്താണ്? രണ്ട് ഭാഗത്തും ഈക്വൽ ഫോഴ്സ് ആണ്. രണ്ട് ഭാഗത്തും ഉണ്ടാവും 300 ന്യൂട്ടൺ രണ്ട് ഭാഗത്തും ഈക്വൽ ഫോഴ്സ് ആണ്. സോ ഇവിടെ എന്താണ്? ആരും ജയിക്കില്ല അല്ലേ. എത്ര നേരം രണ്ടാൾക്കാരും സെയിം ഫോഴ്സിൽ വെച്ച് നിൽക്കുന്നോ അത്രയും നേരം ഒരു ഗ്രൂപ്പും ജയിക്കാണ്ട് നിൽക്കും. അതാണ് പറഞ്ഞത് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലായല്ലോ? ഒരു ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് സെയിം ഫോഴ്സ് ആണെങ്കിൽ അതാണെന്ത്? ബാലൻസ്ഡ് ഫോഴ്സ്. നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു ടാബിള് നിങ്ങളുടെ സ്കൂളിലൊക്കെ മിസ്സുമാർ എന്തായാലും ടാബിളൊക്കെ വിളിക്കാറുണ്ടാവും. രണ്ട് കുട്ടികളെ വിളിച്ചു. ഒരു കുട്ടി എന്താണ് ഇവിടെ നിന്ന് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, ഇവിടെ നിന്ന് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ അനങ്ങോ? ഈ ടേബിൾ മൂവ് ചെയ്യോ? ഇല്ല. ഏത് റെസ്റ്റിലാണുള്ളതെങ്കിലും അതേ റെസ്റ്റ് തന്നെ കണ്ടിന്യൂസ് ചെയ്യും. കാരണം എന്താണ്? യെസ്, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെയിം ഫോഴ്സ് ആണ്. രണ്ട് ഭാഗത്തും നമ്മൾ സെയിം ഫോഴ്സ് ആണ് ആക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൻ്റെ റെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാലൻസ്ഡ് ഫോഴ്സിന് എന്താണ്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. ഓക്കെ, നോക്കിയേ, ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓഫ് or the resultant force on a body is 0. അതായത് ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്താണ്? ടോട്ടൽ ഫോഴ്സ് എന്താണ്? ഈക്വൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ ഉള്ളത്. അത് അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേത് എന്താക്കണം? നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണ്ടേ? കാരണം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്. സോ 50 പ്ലസ് മൈനസ് 50 ആയിരിക്കും അല്ലേ. ഇതിന് ഞാൻ ഇപ്പോൾ പ്ലസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ഞാൻ എന്താക്കണം? നെഗറ്റീവ് സൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. കാരണം ഇതെന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതുള്ളത്. സോ എന്തായിരിക്കും? 50 മൈനസ് 50 ഈക്വൽ ടു എന്ത് കിട്ടും?
സീറോ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. അതാണ് പറഞ്ഞത് ഒരു സിസ്റ്റത്തിലേക്കും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ടോട്ടൽ ഫോഴ്സ് എന്താണ് സീറോ ആണെങ്കിൽ, ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുത്ത ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു സിസ്റ്റത്തിന്റെ രണ്ട് ഭാഗത്തും നമ്മൾ എന്താണ് സെയിം ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക ബാലൻസ്ഡ് ഫോഴ്സ്. അതായത് ഒന്നും കൂടി ഇതേ ഡെഫിനിഷൻ പറഞ്ഞാലും ഒരു സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് ഭാഗത്തും നമ്മൾ ആക്ട് ചെയ്യുന്നു, രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അത് രണ്ടും സെയിം ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും സീറോ ആയിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത് ഇഫ് ദ ടോട്ടൽ ഫോഴ്സ് ഓർ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് സീറോ ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, നാം പറഞ്ഞു എന്ത് such forces does not change its state of rest or the direction of motion. ഓക്കെ, ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് അതേ സ്റ്റേറ്റ് തന്നെ നിൽക്കും, അല്ലാതെ അതെന്താണ് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള എന്താണ് കപ്പാസിറ്റി ഇല്ല. കാരണം എന്താണ് ടോട്ടൽ ഫോഴ്സ് അവിടെ സീറോ ആണെങ്കിൽ എന്തെങ്കിലും ഫോഴ്സ് നമ്മൾ അവിടെ ആക്ട് ചെയ്താൽ മാത്രമാണ് എന്ത് അതിൻ്റെ സ്റ്റേറ്റിന് മാറ്റം വരില്ല. ഇവിടെ എന്താണ് ടോട്ടൽ ഫോഴ്സ് സീറോ ആണ്, അങ്ങനെയാണെങ്കിൽ മാറുമോ? ഇല്ല, മാറില്ല. ഓക്കെ, ഇതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല, അൺബാലൻസ്ഡ് ആയിരിക്കും. രണ്ട് ഭാഗത്ത് എന്തായിരിക്കും ഡിഫറെൻറ്റ് ഫോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ കമ്പവലി തന്നെ ഒരു ഗ്രൂപ്പ് എപ്പോഴാണ് ജയിക്കുക? യെസ്, മറ്റേ ഗ്രൂപ്പിനെയും അല്ലേ ഈ ഒരു ഗ്രൂപ്പിനെയും കാട്ടും കൂടുതൽ ഫോഴ്സ് മറ്റേ ഗ്രൂപ്പ് എടുക്കുന്ന സമയത്താണ് ആ ഗ്രൂപ്പ് ജയിക്കുക അല്ലേ. ആ ഗ്രൂപ്പ് അതേ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ആര് പോവുക, നമ്മുടെ ആ കയറ് പോവുക അല്ലേ. അതാണ് പറഞ്ഞത് വെൻ an unbalanced force is applied on a body there will be a change in state of rest or the direction of motion or the speed. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യമാണെന്ത് കമ്പലിയൊക്കെ കളിക്കാത്ത ആരും ഉണ്ടാവില്ല. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ടാളും സെയിം ഫോഴ്സിൽ നിൽക്കുകയാണ്. അങ്ങനെയാകുന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ റെസ്റ്റിനൊന്നും ജയിക്കില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല, ആരും ജയിക്കില്ല. പക്ഷേങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ് ശക്തിമാനായിട്ട് കുറച്ചും കൂടി ഫോഴ്സ് പ്രയോഗിച്ചപ്പം സെക്കൻഡ് ഗ്രൂപ്പിനെയും കാട്ടും 100 ന്യൂട്ടൺ ഫോഴ്സ് എന്താണ് ഇവിടെ കൂടുതലാണ്. 100 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കൂടുതലാണ്. സോ ഏത് ഭാഗത്തേക്കാണോ ഫോഴ്സ് ഉള്ളത് ആ ഭാഗത്തേക്ക് എന്താണ് നമ്മുടെ കയർ നീങ്ങും. സോ ആ ഗ്രൂപ്പ് ജയിക്കും അല്ലേ. ഇവിടെ 400 ന്യൂട്ടൺ ആണ്, ഇവിടെ എന്താണ് 300 ന്യൂട്ടനേ ഉള്ളൂ. അവിടെ ആകുന്ന സമയത്ത് ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞേ എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, 400 മൈനസ് 300. എന്താണ് മൈനസ് എടുത്തത്? യെസ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഒന്നെങ്കിൽ പോസിറ്റീവ് എടുക്കുമ്പോൾ മറ്റേത് നെഗറ്റീവ് ആവും. സോ ഇവിടെ എന്താണ് 100 ന്യൂട്ടൺ. ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് സീറോ ആണോ? അല്ല, ഇവിടെ എന്താണ് ഒരു സം ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഒരു സം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്ത് ഈ സിസ്റ്റത്തിലേക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ജയിക്കാൻ കാരണം. മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്നൊക്കെ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും എന്താണ് എക്സാമിന് ചോദിക്കില്ല എന്താണ് ബാലൻസ്ഡ് എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. കാരണം ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് തന്നിരിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചാർട്ട് ചെയ്തേ ഉള്ളൂ. റിസൾട്ടൻ്റെ ഫോഴ്സ് ഞാൻ എന്താക്കി രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് ബാലൻസ്ഡ് ഫോഴ്സ്, മറ്റേത് എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ. മറ്റേത് അൺബാലൻസ്ഡ് ഫോഴ്സ്. ബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ പറഞ്ഞ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ? യെസ്, ഡു നോട്ട് കോസ് ചേഞ്ച് ഇൻ മോഷന് കാരണമാവില്ല അല്ലേ. ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിരിക്കും. സോ അവിടെ എന്താണ് നെറ്റ് ഫോഴ്സ് സീറോ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് മോഷന് കാരണമാവില്ല. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും ഓപ്പോസിറ്റിലേക്കായിരിക്കും. ഓക്കെ, ഡയറക്ഷൻ എപ്പോഴും അങ്ങോട്ടായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. മൂന്നാമത്തെ എന്താണ് ഈക്വൽ ഇൻ സൈസ്. രണ്ടും എന്തായിരിക്കും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും അല്ലേ. നമുക്ക് ഇവിടെ 60 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ 60 ന്യൂട്ടൺ. ഇനിയിപ്പോൾ ഇവിടെ എന്താണ് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും 10 ന്യൂട്ടൺ ആയിരിക്കും. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഇതാണ് ബാലൻസ്ഡ് ഫോഴ്സിൽ വരുന്നത്. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ occurs when one force is greater than the other. യെസ്, ഫസ്റ്റ് ഗ്രൂപ്പ് ജയിക്കാൻ കാരണം എന്തായിരുന്നു? യെസ്, സെക്കൻഡ് ഗ്രൂപ്പിനെയും കാടും കൂടുതൽ ഫോഴ്സ് ആരെടുത്തു? ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. അതുകൊണ്ടാണെന്ത് അവിടെ ഫസ്റ്റ് ഗ്രൂപ്പ് ജയിക്കാൻ കാരണം. അതന്നെയാണ് പറഞ്ഞത്. എപ്പോഴാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവുക? യെസ്, ഒരു ഫോഴ്സ് മറ്റേ ഫോഴ്സിനെയും കാട്ടും ഗ്രേറ്റർ ആവുന്ന സമയത്താണെന്ത് അവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവും. അവിടെ നിങ്ങൾ നോക്കിയേ 30 ന്യൂട്ടൺ 60 ന്യൂട്ടണും 60 ന്യൂട്ടൺ എന്താണ് ഇവിടെ ഗ്രേറ്റർ ആണ്. സോ ഇവിടെ എന്തായി അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നില്ലേ, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടായി.
പിന്നെന്താണ് പറയുന്നത്? ഷോസ് എഫക്ട് ഓൺ ഫോഴ്സ് ഓഫ് ദി ഒബ്ജക്ട്. യെസ്, അൺബാലൻസ്ഡ് ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്? യെസ്, അവിടുത്തെ സ്റ്റേറ്റിന് മാറ്റം ഉണ്ടാവില്ലേ? ഞാനിപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ നമ്മുടെ കമ്പവലിൻ്റെ കേസ് തന്നെ, ഇവിടെ എന്താണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ കാരണം എന്താണ്? യെസ്, ഈ ഫോഴ്സിനെക്കാട്ടും ഗ്രേറ്റർ ആണ് ഈ ഫോഴ്സ്. അൺബാലൻസ്ഡ് ഫോഴ്സ് ഇവിടെ ഉണ്ടായി, അതുകൊണ്ടാണെന്ത് ഈ ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ്, സം ഡയറക്ഷൻ ഓർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒന്നുകിൽ സെയിം ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ആക്ട് ചെയ്യാം. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ സെയിം ഡയറക്ഷനിലാണ് ആൾ ആക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ് സെയിം ഡയറക്ഷനിൽ ആക്ട് ചെയ്താൽ 0 ആവുമോ നെറ്റ് ഫോഴ്സ്? ഇല്ല, 0 ആവില്ല. ഇവിടെ എന്താവും? 16 + 16 120 ന്യൂട്ടൺ വരും. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് പോസിബിൾ ആവില്ല അല്ലേ? അതുകൊണ്ടാണ് എന്ത് ബാലൻസ്ഡ് ഫോഴ്സിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാത്രം പറഞ്ഞത്. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടെ എന്താണ് സെയിം ഡയറക്ഷനിലാവാം, അല്ലെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം. ഇവിടെ നോക്കൂ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇവിടെ നോക്കും സെയിം ഡയറക്ഷനിലാണ്. മനസ്സിലായി? ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. ഇമ്പൾസ്, നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റം പഠിച്ചാൽ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമുക്ക് ആവേഗം എന്ന് പറയാം. ആവേഗം എന്താണ് ഇമ്പൾസ്? നമ്മൾ ഡെയിലി ലൈഫിൽ എന്താണ് എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടോ പോട്ടെ, എന്താണ് ഒരു ക്ലോക്കൊക്കെ തൂക്കിയിടാൻ വേണ്ടി നമ്മൾ ആനയടിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ആനയടിക്കാറില്ലേ നിങ്ങൾ? ആനയടിക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഒരു വലിയൊരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്ക് അവിടെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണെന്ത് ആണി ചുമരിനുള്ളിലേക്ക് തറയ്ക്കുന്നത്. എന്താണ്? യെസ്, വലിയൊരു ഫോഴ്സ് ഷോർട്ട് ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇമ്പൾസ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എ ലാർജ് ഫോഴ്സ് ആക്ട്സ് ഓൺ എ വെരി ഷോർട്ട് ഡ്യൂറേഷൻ. ഓക്കെ, വെരി കുഞ്ഞി ടൈമിലേക്ക് ഒരു വലിയ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിനെന്താണ്? എ ഫൈനൈറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ ബോഡി. എന്താണ്? ഒരു ഡെഫിനറ്റ് ചേഞ്ച്, മൊമെന്റത്തിൽ ഒരു ഡെഫിനറ്റ് ചേഞ്ച് ആരുണ്ടാക്കുന്നു? യെസ്, ഇമ്പൾസ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ടൈമിലേക്ക് വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതെന്താണ്? മൊമെന്റത്തിലൊരു ഫൈനൈറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഇമ്പൾസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. വിച്ച് ഇസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം. ഓർ എങ്ങനെ പറയാം? ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഒന്നും മനസ്സിലായിട്ടില്ല എനിക്കറിയാം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇമ്പൾസ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഫോഴ്സ് കുഞ്ഞു ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ഇതെന്താണ്? ഈ ഇമ്പൾസ് ഒരു ഫൈനൈറ്റ് ചേഞ്ച് ഇൻ മൊമെന്റത്തിൽ ഒരു ഫൈനൈറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു. ഈ ഫൈനൈറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു മൊമെന്റത്തിൽ. ഇതെന്താണ്? ഇമ്പൾസ് എന്താണ്? ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും എന്താണ്? പ്രൊഡക്റ്റ് ആണ്. ഇമ്പൾസിൽ നമ്മൾ ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഐ വെച്ചിട്ടാണ് നമ്മൾ ഇമ്പൾസിനെ ഡിനോട്ട് ചെയ്യുക. സോ ഐ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പൾസ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. അതേപോലെ തന്നെ എന്താണ്? ഇമ്പൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ മൊമെന്റത്തിനും ഈക്വൽ ആണെന്ന് പറയാം. ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഓക്കെ, യൂണിറ്റ് പറഞ്ഞേ. ഞാൻ പറഞ്ഞു മൊമെന്റത്തിന് ഈക്വൽ ആണ്. മൊമെന്റത്തിൻ്റെ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മൊമെന്റത്തിൻ്റെ ഡയമെൻഷനും അതേപോലെ തന്നെ യൂണിറ്റും ഒക്കെ ഒന്ന് പറഞ്ഞേ. യെസ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു എന്ത് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡയമെൻഷൻ എന്തായിരുന്നു? യെസ്, mL/(T⁻⁻1). ഇതാണെന്ത് നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ഐ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ത് ഇമ്പൾസ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്, ഇങ്ങനെ വേണേലും എഴുതാം. ഓക്കെ ആണോ? ഡയമെൻഷൻ mL/(T⁻⁻1). T⁻mL/(T⁻⁻1). ഓക്കെ, mL/(T⁻⁻1). എന്താണ്? ഇമ്പൾസ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താണ്? ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലടാ. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലേ. അതുകൊണ്ട് എന്താണ്? ഇമ്പൾസും എന്തായിരിക്കും? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താണ് ഇമ്പൾസ് എന്ന് വെച്ചാൽ? ഒന്നുമില്ല, ഒരു വലിയൊരു ഫോഴ്സ് കുഞ്ഞു ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് എന്ത് നമ്മുടെ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതെന്താണ്? മൊമെന്റത്തിൽ എന്താണ്? ഒരു എഫൈനൈറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്നു. ഓക്കെ, എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ
എങ്ങനെ പറയാം, മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന് പറയാം. ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രൊഡക്റ്റ് ആണെന്ത് ഇമ്പൾസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണെന്നും പറയാം. സെറ്റാണോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിലുള്ളത്. നോക്കിയേ, അതാ ആണി അടിച്ച് കയറ്റുന്നതാ. ഓക്കെ, എന്താണ്? യെസ്, കുഞ്ഞു ടൈമിലെ കുഞ്ഞു ടൈം എന്താണ് ഇവിടെ കുറവാണ്. ഈ ഒരു കുഞ്ഞു ടൈമിലേക്ക് ഫോഴ്സ്, വലിയ ഫോഴ്സ് കൊടുക്കാണല്ലേ. ഈ ഇഷ്ടിക വെച്ച് നമ്മൾ അടിക്കുന്ന സമയത്ത് വലിയ ഫോഴ്സ് അല്ലേ കൊടുക്കുന്നത്. യെസ്, ആ വലിയ ഫോഴ്സ് കുഞ്ഞു ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ ക്രിക്കറ്റ് ബോൾ അല്ലേ, ക്രിക്കറ്റ് ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു ബാറ്റ്മാൻ ബോൾ അടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ സെയിം സംഭവം തന്നെയാണ്. യെസ്, ബാറ്റ് കൊണ്ട് നമ്മൾ ഗ്രേറ്റ് ഫോഴ്സ് ആണ് കുഞ്ഞു ഷോർട്ട് ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണെന്ത് ബോള് തെറിച്ച് പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ്, ഇമ്പൾസീവ് ഫോഴ്സ് ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. എന്താണ്? എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. ഓക്കെ, ഷോർട്ട് ടൈം ഇൻ്റർവെൽ, ഒരു കുഞ്ഞു ടൈം ഇൻ്റർവെല്ലിലേക്ക് വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, എ ലാർജ് ഫോഴ്സ് വിച്ച് ആക്ട്സ് ഓൺ എ ബോഡീസ് ഫോർ എ ഷോർട്ട് ടൈം ആർ കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. വലിയ ഫോഴ്സ് ഒരു കുഞ്ഞു ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ, കാർ എയർ ബാഗ് സിസ്റ്റം, ഫുട്ബോൾ പ്ലേയേഴ്സ് ഹിറ്റ് ദ ബോൾ. നെക്സ്റ്റ് എന്താണ്? കരാട്ടെ പ്ലേയേഴ്സ് ക്യാൻ ബ്രേക്ക് ദി പൈലറ്റ് ടൈൽസ്. എന്താണ് കാർ എയർ ബാഗ് സിസ്റ്റം? എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ഇമ്പൾസീവ് ഫോഴ്സുമായിട്ട് ഈ കാർ എയർ ബാഗ് സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്? അതേപോലെ തന്നെ നമ്മുടെ ഫുട്ബോളർ എങ്ങനെയാണ് ബോൾ ഹിറ്റ് ചെയ്യുന്നത്? ഇമ്പൾസീവ് ഫോഴ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കരാട്ടെ പ്ലെയർക്ക് എങ്ങനെയാണ് നമ്മുടെ പൈലറ്റ് ടൈൽസ് ഒക്കെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? നോക്കിയാലോ. ഇതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പൽ, അതായത് ഒന്നുമില്ല, നേരത്തെ ഞാൻ പറഞ്ഞു എന്ത്, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണെന്ന്. ഒന്നുമില്ല, സെയിം കാര്യം തന്നെ, അതൊന്ന് ജസ്റ്റ് നമുക്ക് ഇവിടെ തെളിയിക്കണം, അത്രയേ ഉള്ളൂ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. നേരത്തെ അവിടെ കണ്ട കാര്യം തന്നെ, ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്, ഡെൽറ്റ പിക്ക് ഈക്വൽ ആണ് അത്രേ. ഓക്കെ, എന്താണ്, എങ്ങനെയാണ് പ്രൂവ് ചെയ്താലോ? നമുക്കറിയാം എന്താണ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിച്ചതാണ്. ആ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ പറഞ്ഞു എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. അതൊക്കെ അവിടെ വെക്കട്ടെ, നമുക്ക് ആവശ്യമില്ല. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ, ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെന്ന്. ഓർക്കുന്നുണ്ടോ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. നമുക്കറിയുന്ന കാര്യമാണ്. ഞാൻ ഉണ്ടാക്കുകയാണ്, ഈ ഡെൽറ്റ ടീനെ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്, ഫോഴ്സിൻ്റെ അടുത്തേക്ക് എടുക്കുകയാണ്. ആരാ? ഡെൽറ്റ ടീനെ. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഫോഴ്സ് ഇൻറ്റു ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് കിട്ടില്ലേ? ഫോഴ്സ് ഈക്വൽ ടു ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ പി എന്ന് കിട്ടും എനിക്ക്. നിങ്ങൾ പറഞ്ഞേ, ഫോഴ്സ് ഇൻറ്റു ടൈം, ഫോഴ്സ് ഇൻറ്റു ടൈം, ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടൈം, ദാറ്റ് മീൻസ് ഒരു ടൈം അല്ലേ ഇത്, ഒരു പെർട്ടിക്കുലർ ടൈം അല്ലേ എന്ത് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. സോ എനിക്കെങ്ങനെ എഫ് ഇൻറ്റു ടി എന്ന് ഞാൻ എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഫോഴ്സ് ഇൻറ്റു ടൈം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഫോഴ്സ് ഇൻറ്റു ടൈം ഇപ്പം നമ്മൾ പഠിച്ചിട്ടേ അത് എന്താണ്, ഇമ്പൾസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഡെൽറ്റ പി, ഡെൽറ്റ ഈ ഫോഴ്സ് ഇൻറ്റു ടൈമിന് വരെ ഞാൻ ഐ എന്ന് എഴുതാണ്. ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് വരില്ലേ, സോറി ഡി പി എന്ന് വരില്ലേ, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് വരില്ലേ അല്ലേ. ഐ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. എങ്ങനെയാണ് നമ്മൾ തെളിയിച്ചത്? യെസ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് എന്തറിയാം? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെന്ന് അറിയാം അല്ലേ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണെന്ന് നമുക്കറിയാം. സോ ഞാൻ എന്താക്കി? യെസ്, ആ ഡി ടിനെ ഫോഴ്സിൻ്റെ അടുത്തേക്ക് എടുത്തു. ഫോഴ്സിൻ്റെ അടുത്തേക്ക് എടുത്തപ്പം എനിക്ക് എന്ത് കിട്ടി? എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കിട്ടി, എഫ് ഇൻറ്റു ഡി ടി എന്ന് കിട്ടി.
യെസ്, എഫ് ഇൻറ്റു ടൈം ഞാൻ എന്താണ് ഇമ്പൾസ് ആണെന്ന് എനിക്കറിയാം. എഫ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഇമ്പൾസ് ആണെന്ന് എനിക്കറിയാം. സോ ആ എഫ് ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതി കൊടുത്തു? യെസ്, ഇമ്പൾസ് ഐ എന്ന് എഴുതി. സോ എനിക്ക് എന്ത് കിട്ടി? എഫ് ഇസ് ഈക്വൽ ടു ഡി പി എന്ന് കിട്ടി. അതായത് ഫോഴ്സ് അല്ല, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടി. ചേഞ്ച് ഇൻ മൊമെന്റം ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടി. സോ എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പൽ എന്ന് മനസ്സിലായോ? ഒന്നുമില്ല, മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇത്രയേ ഉള്ളൂ. 2 മാർക്കിന് ചോദിക്കാറുണ്ട്, പ്രൂഫും ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് കിട്ടിയതെന്ന്. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, പഠിക്കാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഞാൻ എന്താക്കി? യെസ്, ഈ ഡെൽറ്റ പി ഞാൻ എന്താക്കി? ഡെൽറ്റ ടീനെ ഞാൻ എന്താക്കി? യെസ്, എൻ്റെ എഫിൻ്റെ അടുത്തേക്ക് എടുത്തു അല്ലേ, ഫോഴ്സിൻ്റെ അടുത്തേക്ക് എടുത്തു. അങ്ങനെ ആ സമയത്ത് എനിക്ക് എന്ത് കിട്ടും? ഡെൽറ്റ പി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇതെന്താണ്? ഫോഴ്സിൻ്റെ ഡെൽറ്റ ടി എന്താണ്? ഇമ്പൾസ് ആണെന്നറിയാം. സോ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡി പി എന്ന് കിട്ടി. സെറ്റാണോ? എല്ലാവർക്കും മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ഒന്നുമില്ല, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഓക്കെ, ബോത്ത് അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ആണെങ്കിൽ ഇമ്പൾസിൻ്റെ അതേ യൂണിറ്റും ഡയമെൻഷനും ആയിരിക്കില്ലേ ആർക്കും? തിരിഞ്ഞു പോയില്ലേ. ചേഞ്ച് ഇൻ മൊമെന്റത്തിന്റെ സെയിം ഡയമെൻഷനും യൂണിറ്റും ആയിരിക്കില്ലേ ആർക്കും? നമ്മുടെ ഇമ്പൾസിനും. നമ്മൾ നേരത്തെ കണ്ടു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡും MLT⁻⁻1 യൂണിറ്റും SI യൂണിറ്റും ഡയമെൻഷൻ അല്ലേ? ഇതേ ആൾ തന്നെയല്ലായിരുന്നു നമ്മുടെ മൊമെന്റത്തിന്റെ ആൾക്കാരും. ഡയമെൻഷനും അതേപോലെ തന്നെ SI യൂണിറ്റും മൊമെന്റത്തിന്റെ സെയിം തന്നെയല്ലേ ഇമ്പൾസിന്റെ നമ്മൾ കണ്ടത്? അതാണ് ഇവിടെ പറഞ്ഞത്. ബോത്ത് ഇമ്പൾസ് ആൻഡ് മൊമെന്റം ഹാവ് ദ സെയിം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ. ഇമ്പൾസിനും മൊമെന്റത്തിനും എന്താണ്? യെസ്, സെയിം യൂണിറ്റും ഡയമെൻഷനും ആണ്. യൂണിറ്റ് എന്താണ്? യെസ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ എന്താണ്? യെസ്, MLT⁻⁻1. സെയിം ആൾക്കാരല്ലേടാ. ഇമ്പൾസിനും ചേഞ്ച് ഇൻ മൊമെന്റത്തിനും എന്താണ്? യൂണിറ്റ്സും ഡയമെൻഷനും സെയിം ആണ്. നിങ്ങൾക്ക് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാം. സെയിം യൂണിറ്റും സെയിം ഡയമെൻഷനുള്ള 2 ആൾക്കാരെ പറയാൻ പറഞ്ഞാൽ നമുക്ക് ആരെ എഴുതാം? യെസ്, ഇമ്പൾസിനെയും മൊമെന്റത്തിനെയും നമുക്ക് എഴുതാം. ഓക്കെ, ഇമ്പൾസിനെയും മൊമെന്റത്തിനെയും എന്താണ്? ഇമ്പൾസിനും മൊമെന്റത്തിനും സെയിം യൂണിറ്റും സെയിം ഡയമെൻഷനുമാണ്. സെറ്റല്ലേ? നെക്സ്റ്റ്, ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ് ഇമ്പൾസ്. എന്താ പറഞ്ഞത്? ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ നമുക്ക് തരിക ഇമ്പൾസ് ആണോ അല്ലേ? ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഇമ്പൾസ് ആണോ അല്ലേ തരിക? നോക്കാം നമുക്ക്. ഫോഴ്സ് ഇതന്നെ ടൈം. എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ഞാൻ ആക്ട് ചെയ്യും. ഒരു ബോഡിയിലേക്ക് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആക്ട് ചെയ്തു. നിങ്ങൾ നോക്കി, ഏരിയ അണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? പറഞ്ഞേ. ഇതല്ലേടാ എൻ്റെ ഏരിയ അണ്ടർ. ഇതല്ലേ എൻ്റെ ഏരിയ അണ്ടർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, എന്ത്? ഇതിൻ്റെ ഏരിയ എന്താണ്? ഏരിയ അണ്ടർ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ഇതെന്താണ്? റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെന്ത്? യെസ്, ഏരിയ. ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ടൈം. എന്താണ് ഫോഴ്സ് ഇൻറ്റു ടൈം? യെസ്, ഇമ്പൾസ് അല്ലേ? സോ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഇമ്പൾസ് എന്ന് കിട്ടി. ഇതാണെന്ത്? ഇവിടെയും പറഞ്ഞത് ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ് ഇമ്പൾസ്. സോ നിങ്ങൾക്ക് എക്സാമിന് 1 മാർക്കിന് ചോദിക്കാം, എന്താണ് ഫോഴ്സ് ടൈം ഗ്രാഫ് എന്താണ് നമുക്ക് തരികയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തൊരു ഡൗട്ടും ഇല്ലാണ്ട് പറയണം, ഇമ്പൾസ് ആണ്. ഓക്കെ, ഇമ്പൾസ് ആണ് എന്ത്? ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? when the change of momentum is constant. എന്താണ്? ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ the force acting on the body will be inversely proportional to the time taken. എന്താ പറഞ്ഞത്?
യെസ്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ചേഞ്ച് ഇൻ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് എന്താണ്? യെസ്, ടൈമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്. എന്താണ്? എൻ്റെ ഡെൽറ്റ പി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം എന്നാണ് പറഞ്ഞത്. എൻ്റെ ഫോഴ്സ് എന്താണ്? ടൈമിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലേ. ദാറ്റ് മീൻസ് എന്താണ്? ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടൈം എന്താണ്? കുറയും. അല്ലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ടൈം കൂടിയ എന്താവും? ഫോഴ്സ് കുറയും. ടൈം കൂടുതലാണെങ്കിൽ എൻ്റെ ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, എന്താണ്? ടൈം കൂടുതലാണെങ്കിൽ എൻ്റെ ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ എന്താണ് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ മുമ്പ് ഇതിന് നോക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മുടെ ക്രിക്കറ്റ് ബോളൊക്കെ ക്യാച്ച് ചെയ്യുന്ന സമയത്ത്, ക്രിക്കറ്റൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യാറില്ലേ? ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എന്താണ് ബാക്കോട്ട് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടോ? കൈ ഉണ്ടോ? ബാക്കോട്ട് കൊണ്ടുവന്നിട്ടാണ് ബോളിന് ക്യാച്ച് ചെയ്യാറ്. വൈ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് ക്യാച്ച് ചെയ്താൽ പോരെ? എന്തിനാണ് വെറുതെ ടൈം കളയുന്നത്? അല്ലേ? എന്തിനാണ് വെറുതെ ബാക്കോട്ട് കൊണ്ടുപോയിട്ട് ടൈം കളയുന്നത്? എന്തിനാണ് മക്കളെ? യെസ്, ഇമ്പൾസ് പഠിച്ച് നമുക്കറിയാം എന്തിനാണെന്നല്ലേ. എന്തിനാണ്? യെസ്, ടൈം കൂടുമ്പോൾ എന്താണ്? യെസ്, ഫോഴ്സ് കുറയുമെന്നറിയാം. ഫോഴ്സ് കുറഞ്ഞാൽ എന്താ ഗുണം? യെസ്, നമുക്ക് വേദനയ്ക്കില്ലല്ലേ, നമ്മുടെ കൈക്ക് പരിക്കൊന്നും പറ്റാണ്ട് രക്ഷപ്പെടാൻ പറ്റും. അതാണെന്ത് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? വൈ എ ക്രിക്കറ്റർ ഡ്രോസ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് ഡ്യൂറിങ് എ ക്യാച്ച്. യെസ്, ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ക്രിക്കറ്റേഴ്സ് എന്തിനാണ് ബാക്കോട്ട് കൈ കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം. എന്തിനാണ് പറഞ്ഞേ? യെസ്, വെൻ ഹി ഡ്രോസ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡേക്ക് കൊണ്ടുവരുന്ന സമയത്ത് the time interval stops the ball increases. അല്ലേ? സ്റ്റോപ്പ് ചെയ്യാൻ ടൈം ഇൻ്റർവെൽ എന്താണ്? ഇൻക്രീസ് ചെയ്യും അല്ലേ? ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്താണ്? ഇൻക്രീസ് ചെയ്യും. സോ ദ ഫോഴ്സ് ഡിക്രീസസ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം, എന്ത് പഠിച്ചിട്ടുണ്ട്? എന്താണ്? യെസ്, ചേഞ്ച് ഇൻ മൊമെന്റം. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ചേഞ്ച് ഇൻ മൊമെന്റം ഈക്വൽ ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടൈം ടേക്കൺ ആയിരിക്കും. യെസ്, അതുകൊണ്ടാണ് എന്ത് ഇവിടെ ടൈം ഇൻ്റർവെൽ കൂടുന്ന സമയത്ത് ഫോഴ്സ് എന്താണ്? ഡിക്രീസ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഡസ് നോട്ട് ഹേർട്ട് ഹിസ് ഹാൻഡ്. കയ്യിൽ എന്താണ്? വേദനിക്കില്ല. ഓക്കെ, ഫോഴ്സ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ചേഞ്ച് ഇൻ മൊമെന്റം ബട്ട് ഓൾസോ ഹൗ ഫാസ്റ്റ് ദ ചേഞ്ച് ഇൻ അബൌട്ട്. എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റത്തിന് മാത്രമല്ല എന്താക്കുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണ് ആ ചേഞ്ച് ഉണ്ടാവുന്നതും കൂടി ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ നോക്കാം നമുക്ക്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. എന്താണ്? എൻ്റെ ക്രിക്കറ്റ് ബോളിൻ്റെ ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് പി ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു സംതിങ് ഒരു 800 ന്യൂട്ടൺ ആക്കി എടുക്കുകയാണ് ഞാൻ. ഒരു 800 ന്യൂട്ടൺ ആണെന്ത് എൻ്റെ ക്രിക്കറ്റ് ബോളിൻ്റെ ഇനീഷ്യൽ മൊമെൻ്റ് എന്ന് പറയുന്നത്. എന്താണ്? യെസ്, ഒരു ക്രിക്കറ്റർ എന്താണ് ബോൾ അടിച്ചു. യെസ്, ബോളിനെ ക്യാച്ച് ചെയ്യാൻ ഓടുകയാണ്. ഓടി ഒന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. പെട്ടെന്ന് കയറി പിടിച്ചു. ഇയാൾക്ക് നമ്മുടെ ഈ ഇമ്പൾസിൻ്റെ സാധനമൊന്നും അറിയില്ലായിരുന്നു. എന്താണ്? വേഗം പോയി ബോളിനെ എന്താക്കി? അങ്ങ് കയറി പിടിച്ചു. എന്താ അവിടെ സംഭവിക്കുക നോക്കിയാലോ. ഞാൻ പറഞ്ഞു എൻ്റെ ബോളിൻ്റെ ഇനീഷ്യൽ മൊമെൻ്റ് എത്രയാണ്? 800 ന്യൂട്ടൺ ആണ് ഇനീഷ്യൽ മൊമെൻ്റ്. ഫൈനൽ മൊമെൻ്റ് എന്തായിരിക്കും പറഞ്ഞേ? യെസ്, എന്താണ്? ക്യാച്ച് ചെയ്തു. ക്യാച്ച് ചെയ്തപ്പോൾ അവിടെ എന്താണ്? ബോളിൻ്റെ വെലോസിറ്റി 0 ആയി. വെലോസിറ്റി 0 ആയി മീൻസ് എന്താണ്? അവിടുത്തെ മൊമെൻ്റ് എന്തായി? 0 ആയി. ദാറ്റ് ഈസ് എൻ്റെ ഫൈനൽ മൊമെൻ്റ് എന്താണ്? ഫൈനൽ മൊമെൻ്റും 0 ആയി. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്താണ്? ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്താണ്? പറയൂ. യെസ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ 0. സോ എൻ്റെ ചേഞ്ച് ഇൻ മൊമെൻ്റ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ വരും. ദാറ്റ് ഈസ് 800 ന്യൂട്ടൺ ആണോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? മാറിപ്പോയതാണ്. 800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരും. എന്ത്? എൻ്റെ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ത് വരും? 800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് വരും. അങ്ങനെയാണ് നിങ്ങൾ ഇവിടുത്തെ എന്ത് കണ്ടുനോക്കിയൊന്ന് ഇമ്പൾസ് ഒന്ന് കണ്ടുനോക്കിയേ.
പോട്ടെ, ഫോഴ്സ് ഒന്ന് കണ്ടുനോക്കിയേ. നിങ്ങൾ ഇവിടുത്തെ ഫോഴ്സ് കണ്ടുനോക്കിയേ. ഞാൻ പറയുകയാണെന്ത്, എൻ്റെ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് ഞാനൊരു സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ആ ബോളിനെ ക്യാച്ച് ചെയ്ത് 0-ൽ എത്തിച്ചത്. ആ 1 സെക്കൻഡോടെ ഞാൻ ആ ബോളിനെ ക്യാച്ച് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ഇവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം Δp/Δt ആണല്ലേ നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. Δp/Δt ആണ്. സോ 800 ഡിവൈഡഡ് ബൈ 1 ഇസ് ഈക്വൽ ടു 800 ന്യൂട്ടൺ. സോ അയാളുടെ കയ്യിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? 800 ന്യൂട്ടൺ ഫോഴ്സ് ആണെന്ത് ആരാണോ ബോൾ പിടിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് വേറെ കേസ് നോക്കാം. ഇതിപ്പോൾ എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല. ബോളിന്റെ ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് 800 ന്യൂട്ടൺ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് നേരെ ചാടി കയറി എന്താണ് ബോൾ ബാക്കോട്ടൊന്നും കൈ കൊണ്ടുപോകാതെ വീണ്ടും തന്നെ എന്താണ് ബോളിനെ പിടിച്ച് റെസ്റ്റ് ആക്കി. ബോളിനെ പിടിച്ച് റെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ബോളിന്റെ ഫൈനൽ മൊമെന്റ് എന്താവും? യെസ് 0 അല്ലേ. ഞാൻ എത്രയാണ്? യെസ് 1 സെക്കൻഡ് കൊണ്ടാണ് ആ ബോളിനെ ക്യാച്ച് ചെയ്ത് 0-ൽ എത്തിച്ച് മൊമെന്റ് 0 ആക്കിയത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്? 800 ന്യൂട്ടൺ. 800 ന്യൂട്ടനാണ് അവിടെ ആക്ട് ചെയ്ത ഫോഴ്സ്. അതായത് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്ന 800 ന്യൂട്ടൺ ആണ്. ഇനി നേരെ മറിച്ച് ഞാൻ ഈ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, സെയിം കാര്യം തന്നെ. മൊമെന്റ് എന്താണ്? ഇനീഷ്യൽ മൊമെന്റ് എത്രയാണ്? 800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെ, ഒരു മാറ്റമില്ല. എന്താണ്? യെസ്. പക്ഷേ ഞാൻ ഇവിടെ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? യെസ്, ബാക്കോട്ട് കൈ കൊണ്ടുവന്നിട്ട് പതുക്കെ ടൈം എടുത്തുകൊണ്ടാണെന്ത് എൻ്റെ ബോളിൻ്റെ ഫൈനൽ മൊമെൻറ്റം ഞാൻ 0 ആക്കുന്നത്. ഫൈനൽ മൊമെൻറ്റം 0 ആയിരിക്കില്ലേ ക്യാച്ച് ചെയ്ത് ഞാൻ. പക്ഷേ ഇവിടുത്തെ ഒരേ വ്യത്യാസം ടൈം ഇൻ്റർവെൽ ഞാൻ കൂട്ടി എന്നുള്ളത് മാത്രം. ടൈം ഇൻ്റർവെൽ കൂട്ടിക്കൊണ്ടാണ് ഞാൻ എന്താണ് എൻ്റെ ബോളിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. സോ 0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെന്ത് ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത്. എത്ര ടൈമാണ് എടുത്തത്? ഞാനിവിടെ എടുത്ത ടൈം ഒരു 5 സെക്കൻഡ് ആയിക്കോട്ടെ. ഒരു 5 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ എൻ്റെ ബോളിനെ 0-ൽ എത്തിച്ചത്, ക്യാച്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ഒന്ന് നോക്കിയത് നിങ്ങൾ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 800 ഡിവൈഡഡ് ബൈ 5. എത്ര വരും? 160 ന്യൂട്ടൺ അല്ലേടാ? 160 ന്യൂട്ടൺ അല്ലേ വരിക? അതായത് ബാക്കോട്ട് കൊണ്ടുവന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എൻ്റെ കയ്യിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? 160 ന്യൂട്ടൺ. ബാക്കോട്ട് കൊണ്ടുവരാതെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എത്രയായിരുന്നു? 800 ന്യൂട്ടൺ. അവിടെ ഉണ്ടായ ഡിഫറൻസ് നിങ്ങൾ നോക്കിയേ. ഏതിലാണ് കൂടുതൽ വേദന എടുക്കുക നിങ്ങൾക്ക്? ഒബ്വിയസ് ആയിട്ടും ഇതിലല്ലേ 800 ന്യൂട്ടനൊക്കെ കയ്യിലേക്ക് ആക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അല്ലേ, എന്താണ് കഥ? സോ ഇതാണെന്ത് നമ്മുടെ ഇതുകൊണ്ടാണ് ക്രിക്കറ്റേഴ്സ് ബാക്കോട്ട് കൈകൊണ്ട് വരുന്നത്. ഒന്നുകൂടി വായിക്കാം. വെൻ ഹി ഡ്രോസ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ് ദ ടൈം ഇന്റർവെൽ സ്റ്റോപ്സ് ദ ബോൾ ഇൻക്രീസസ്. ബോളിനെ സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഇന്റർവെൽ എന്താവും? ഇൻക്രീസ് ചെയ്യും. ദെൻ ഫോഴ്സ് ഡിക്രീസസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫോഴ്സ് എന്താവും? ഡിക്രീസ് ചെയ്യും. ഇറ്റ് ഡസ് നോട്ട് ഹർട്ട് ഹിസ് ഹാൻഡ്. അതുകൊണ്ട് തന്നെ ഹർട്ട് ചെയ്യില്ല. ആരാ? നമ്മുടെ കൈയിനെ വേദനിപ്പിക്കില്ല. ഫോഴ്സ് എന്താണ്? യെസ്, ചേഞ്ചിന് മൊമെന്റത്തിന് മാത്രമല്ല ഡിപ്പെൻഡ്, എത്ര പെട്ടെന്നാണ് ആ ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുള്ളത് കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മളൊരു ഒരു മറ്റേ ഇതില്ലേ സിമെന്റ് ഫ്ലോറിലേക്ക് ചാടുന്ന സമയത്തും അല്ലാതെ നമ്മുടെ ഈ മറ്റേ മൺകൂനയൊക്കെ ഇല്ലേ, മൺകൂനയുടെ മേത്തേക്ക് ചാടുന്ന സമയത്ത് സംഭവിക്കുന്നത് നിങ്ങൾ ചാടി നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സിമെന്റിൻ്റെ മേളിലൊക്കെ വീഴുന്ന സമയത്ത് എന്തോ ആയിക്കോട്ടെ മുട്ടൊക്കെ എന്തായാലും പൊട്ടും അല്ലേ. നേരെ മറിച്ച് നിങ്ങൾ മണൽക്കൂനയിലേക്കാണ് ചാടുന്നതെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് വേദന ഉണ്ടാവില്ല അല്ലേ, അത്രയ്ക്ക് വേദന ഉണ്ടാവില്ല. വൈ? എന്തുകൊണ്ടാണ്? യെസ്, ഇമ്പൾസ് തന്നെ, വേറെ ഒരു കാര്യമില്ല, ഇമ്പൾസ് തന്നെയാണ് കാരണം. നോക്കിയാലോ, നോക്കൂ. വെൻ എ പേഴ്സൺ fall on a cemented floor he comes to rest അല്ലേ. എന്താണ്? ഒരു പേഴ്സൺ സിമെന്റഡ് ഫ്ലോറിലേക്ക് ചാടുന്ന സമയത്ത് അതേ എന്താണ് റെസ്റ്റിലേക്ക് വരും. കംസ് ടു റെസ്റ്റ്. സഡൻലി പെട്ടെന്ന് എന്താണ് റെസ്റ്റിലേക്ക് വരും, പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരും. ഹെൻസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്താണ്? ഭയങ്കര ഹൈ ആയിരിക്കും. സോ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് ലാർജ്. അതുകൊണ്ട് തന്നെ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സും എന്താണ്? വെരി ലാർജ് ആയിരിക്കും. ഇക്വേഷൻ F is equal to delta P by delta T എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആൻഡ് ദ പേഴ്സൺ ഗെറ്റ്സ് ഇൻജുവേർഡ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പേഴ്സൺ ഇഞ്ചുറി പറ്റും,
ഓൺ ദി അതർ ഹാൻഡ് വേറെ രീതിയിൽ നോക്കുകയാണെങ്കിൽ വെൻ എ പേഴ്സൺ ഫോൾസ് ഓൺ എ ഹീപ്പ് ഓഫ് സാൻഡ്, സാൻഡിലേക്കാണ് വീഴുന്നതെങ്കിൽ ദ സാൻഡ് yields അണ്ടർ ദി വെയിറ്റ് ഓഫ് ദി പേഴ്സൺ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പേഴ്സൺ കംസ് ടു റെസ്റ്റ് ഇൻ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. എന്താണ് പേഴ്സൺ എന്താണ് വളരെ സമയം എടുത്തിട്ടാണ് എന്ത് റെസ്റ്റിലേക്ക് വരുന്നുള്ളൂ. എ സ്മോൾ ഫോഴ്സ് മാത്രമാണെന്ത് അന്നപ്പോൾ അവിടെ ആക്ട് ചെയ്യാം. ആസ് പെർ ദി ഇക്വേഷൻ F is equal to delta P by delta T. എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല, ഒരു പേഴ്സൺ എന്താണ് സിമെന്റ് ഫ്ലോറിലേക്ക് ചാടുന്നു, അതേപോലെ തന്നെ മണൽക്കൂണിലേക്ക് ചാടുന്നു. ഇഞ്ചുറി പറ്റ നമ്മുടെ ഈ നേരെ തിരിച്ച് സിമെന്റഡ് ഫ്ലോറിലേക്ക് ചാടുന്ന ആൾക്കാർക്കാണ്. കാരണം എന്താണ്, സിമെന്റഡ് ഫ്ലോറിലേക്ക് നമ്മൾ ചാടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ റെസ്റ്റിലേക്ക് വരുന്നു. പറയുമ്പോൾ അവിടുത്തെ ടൈം ഇന്റർവെൽ എന്താണ് വളരെ കുറവാണ്. ടൈം ഇന്റർവെൽ കുറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്നത് യെസ് വളരെ കൂടുതലായിരിക്കും അല്ലേ. ടൈം ഇന്റർവെൽ കുറയുന്ന സമയത്ത് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിൽ പേഴ്സൺ എന്തായാലും ഇഞ്ചുറി പറ്റും. ഇനി നേരെ മറിച്ച് മണൽക്കൂനയിലേക്ക് നോക്കുകയാണെങ്കിൽ മണൽക്കൂനയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മണൽക്കൂനയിലേക്കാണ് ആൾ ചാടുന്നതെങ്കിൽ എന്താണ് പതിയെ റെസ്റ്റിലേക്ക് വരുള്ളൂ. കാരണം എന്താണ് മണൽ എന്താണ് താഴ്ന്ന് നമ്മുടെ ഗ്രൗണ്ടിലെത്തുള്ളൂ. നിങ്ങൾ പോട്ടെ, നിങ്ങൾ ചാടിയിട്ടില്ലെങ്കിലും ഈ ബോളൊക്കെ ഉണ്ടാവില്ലേ, ബോളൊക്കെ ഹൈറ്റിൽ നിന്ന് നിങ്ങൾ സാൻഡിലേക്ക് ഇട്ട് വെക്കുന്ന സമയത്ത് അവിടെ ഒരു കുഴി ഉണ്ടാവുന്ന കാണാം അല്ലേ. കാരണം എന്താണ് യെസ് ആ ബോൾ എന്താണ് പതിയെ താഴോട്ട് പോയതിൻ്റെ ഒരു കുഴിയാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പതുക്കെയാണെന്ത് നമ്മുടെ ആൾക്കാർ റെസ്റ്റിലേക്ക് വരുള്ളൂ. അവിടെ എന്താണ് റെസ്റ്റിലേക്ക് വരാൻ എടുക്കുന്ന ടൈം ഇന്റർവെൽ കൂടി അല്ലേ, കൂടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോഴ്സ് എന്താണ് കുറവായിരിക്കും. സോ ഇഞ്ചുറി ഒക്കെ പറ്റാനുള്ള ചാൻസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. മനസ്സിലായോ എന്തുകൊണ്ടാണ് ക്രിക്കറ്റർ ബാക്കോട്ട് ആക്കിയിട്ട് ബോൾ പിടിക്കുന്നതും അതേപോലെ തന്നെ സിമെന്റർ ഫ്ലോറിലേക്ക് ചാടുന്ന ഒരാൾക്ക് ഇഞ്ചുറി പറ്റാനും മറ്റേ ഹീപ്പ് ഓഫ് സാൻഡിലേക്ക് ചാടുന്ന ഒരാൾക്ക് എന്താണ് ഇഞ്ചുറി കുറയാനുള്ള ചാൻസ്. മനസ്സിലായോ? ഒക്കെ എന്താണ് ഇമ്പൾസ് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇത്രയൊന്നും എഴുതാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇത്രയും പറയാം. എന്താണ് സിമെന്റർ ഫ്ലോറിലേക്ക് ചാടുന്ന സമയത്ത് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരില്ല. അവിടെ എന്താണ് ടൈം ഇന്റർവെൽ വളരെ വളരെ കുറവാണ്. സോ എന്താണ് ഫോഴ്സ് എന്തായിരിക്കും കൂടുതലായിരിക്കും. ഇനി ഹീപ്പ് ഓഫ് സാൻഡിലേക്കാണ് ചാടുന്നതെങ്കിൽ അവിടെ എന്താണ് റെസ്റ്റിലേക്ക് വരാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും വളരെ കൂടുതലായിരിക്കും അല്ലേ, സോ എന്തായിരിക്കും ഫോഴ്സ് കുറയും. സോ എന്താണ് ഇഞ്ചുറി പറ്റാനുള്ള പോസിബിലിറ്റീസ് കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഇത്രയൊന്നും പറയാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നെക്സ്റ്റ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ആ എക്സാമ്പിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ വണ്ടിയിൽ പോവാണ്, അത്യാവശ്യം എന്താണ് വേഗം പോകുന്ന ആൾക്കാരൊക്കെ അല്ലെങ്കിൽ പതുക്കെ പോകുന്ന ആൾക്കാർക്കായിരിക്കും ആക്സിഡന്റ് പറ്റിയാൽ കൂടുതൽ ഇഞ്ചുറി ഉണ്ടാവുക. ഒബ്വിയസ് ആയിട്ട് ഫാസ്റ്റർ മൂവ് ചെയ്യുന്ന ആൾക്കല്ലേ ഒരു 100 മീറ്റർ പെർ സെക്കൻഡിൽ ഞാൻ വണ്ടി ഓടിക്കുകയാണ്. 100 മീറ്റർ പെർ സെക്കൻഡിൽ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഒരു പോസ്റ്റിന് കൊണ്ട് ചിടിച്ചപ്പോൾ എന്താണ് ഈ എയർ ബാഗ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താണ് പെട്ടെന്ന് തന്നെ മുഖം എന്താണ് ഈ സ്റ്റിയറിംഗിൽ പോയിട്ട് ഇരിക്കുകയായിരുന്നു അല്ലേ. അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത്, യെസ് കംസ് അല്ലേ റെസ്റ്റിലേക്ക് വളരെ പെട്ടെന്ന് വരുന്ന സമയത്ത് എൻ്റെ ടൈം ഇന്റർവെൽ എന്താണ് കുറവാണ്. ആ ടൈം ഇന്റർവെൽ കുറയുന്ന സമയത്ത് എനിക്കറിയാം എന്താണ് ഫോഴ്സ് കൂടുതലായിരിക്കും. ഫോഴ്സ് കൂടുതലാകുന്ന സമയത്ത് എന്താണ് യെസ് മുഖം വന്ന് സ്പീഡിലിരിക്കുന്ന സമയത്ത് ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. സോ നമുക്ക് എന്താണ് യെസ് നമ്മുടെ ഹെഡൊക്കെ ഇടിച്ചിട്ട് നമുക്ക് ഡെഡ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നേരെ മറിച്ച് നമ്മുടെ ഹെയർ ബാഗ് സിസ്റ്റം ഉള്ള സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത്, യെസ് നമ്മൾ സെയിം 100 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് ഒരു പോസ്റ്റിൽ കൊണ്ട് ചിടിച്ചു. അതേ സമയം തന്നെ നമ്മുടെ എയർ ബാഗ് സിസ്റ്റം പൊന്തി വന്നു ഞാൻ നേരെ പോയാൽ എൻ്റെ എയർ ബാഗ് സിസ്റ്റത്തിലേക്കാണ് ഇരിക്കുന്നത്. സോ ഇതിൽ പതുക്കെ ഇതിലെ കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് പതുക്കെയാണെന്താ ഞാൻ എന്താണ് മുന്നോട്ട് പോയിട്ട് റെസ്റ്റിലെത്താൻ എടുക്കുന്ന സമയം എന്താണ് കൂടുതലായി. റെസ്റ്റിലെത്താൻ എടുക്കുന്ന സമയം എന്തായി കൂടുതലായി. അങ്ങനെയാകുന്ന സമയത്ത് എന്തായിരിക്കും യെസ് എൻ്റെ ഫോഴ്സ് എന്തായിരിക്കും കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസും കുറവായിരിക്കും. ഇതാണ് നമ്മുടെ കാറിലൊക്കെ എയർ ബാഗ് സിസ്റ്റം കൊണ്ടുവരാനുള്ള കാരണം. സോ കാർ എയർ ബാഗ് സിസ്റ്റം എങ്ങനെയാണ് ഇമ്പൾസിന് എക്സാമ്പിൾ ആയത് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഹിറ്റ്സ് ദ ബോൾ. ഫുട്ബോൾ പ്ലെയർ പതുക്കെയാണോ
ഫുട്ബോൾ തട്ടുക അല്ല, വെരി ലാർജ് ഫോഴ്സ് ഷോർട്ട് ടൈം ഇന്റർവെല്ലിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് എന്ത് ഫുട്ബോൾ പ്ലേയേഴ്സ് ഹിറ്റ് ദ ബോൾ എന്ന് പറയുന്നത് ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആയത്. നേരെ മറിച്ചും കരാട്ടെ പ്ലേയേഴ്സ് ക്യാൻ ബ്രേക്ക് പൈലറ്റ് ടൈൽസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് കരാട്ടക്കാരൊക്കെ 13 എന്താണ് അല്ലേ ഒരു 8-10 മറ്റേ ടൈൽസൊക്കെ വെച്ചിട്ട് ഒറ്റയടിക്ക് പൊട്ടിക്കുന്നത്. എങ്ങനെയാണത് സംഭവിക്കുന്നത്? ഇതേ സെയിം റീസൺ തന്നെ, ഒന്നുമില്ല. എന്താണ് വളരെ ഇവരെന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് കൂടുതലാക്കും. ഇമ്പൾസീവ് ഫോഴ്സ് കൂടുതലാക്കിയിട്ട് സ്മോൾ ഏരിയയിലേക്ക് ആക്ട് ചെയ്യപ്പെടും. അങ്ങനെയാകുന്ന സമയത്ത് എന്താണ് ഫോഴ്സ് ഗ്രേറ്റർ ആണല്ലേ, ഷോർട്ട് ടൈമിലേക്കാണ് ഇവർ അവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഫോഴ്സ് എന്തായിരിക്കും കൂടുതലായിരിക്കും. സോ എൻ്റെ ഇമ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും കൂടുതലായിരിക്കും. സോ ഒറ്റയടിക്ക് ഇവർക്ക് 4 കഷ്ണങ്ങളാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത്രയും പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ഷോർട്ടാക്കി പറയാം. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ലാർജർ ഫോഴ്സ് ഷോർട്ട് ടൈമിലേക്ക് ആക്ട് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ടൈമിൻ്റെയും പ്രൊഡക്റ്റ് ആണ്. I=F×T ആണ്. യൂണിറ്റും അതേപോലെ തന്നെ ഡയമെൻഷനും സെയിം ആസ് ദി ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിന് സെയിം ആണെന്ത് യൂണിറ്റും ഡയമെൻഷനും ആരുടെ ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ. ഓക്കെ, സോ ഇമ്പൾസീവ് ഫോഴ്സ് = എന്ത് പറയാം? യെസ്, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയാം. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് അതായത് ഏരിയ അണ്ടർ ഫോഴ്സ് ടൈം ഗ്രാഫ് ഗിവ്സ് ഇമ്പൾസ്. ദെൻ പറഞ്ഞ എന്തായിരുന്നു? യെസ്, ഒരു ബോഡിയിലുള്ള ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ടൈമിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. എന്താണ്? വായിച്ചു നിങ്ങൾ. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കോൾഡ് ഇമ്പൾസീവ് ഫോഴ്സ്. നമുക്കറിയാം എന്താ ഒരു വലിയൊരു ഫോഴ്സ് ഷോർട്ട് ടൈമിലേക്ക് ആക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? ഇമ്പൾസിന്റെ SI യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം എന്താണ് ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. അതുകൊണ്ട് എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റ് സെയിം എന്തായിരിക്കും യൂണിറ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർ ന്യൂട്ടൺ സെക്കൻഡും ഉണ്ട് കേട്ടോ. ന്യൂട്ടൺ സെക്കൻഡ് ഫോഴ്സിന് ടൈം അല്ലേ, സോ ന്യൂട്ടൺ സെക്കൻഡും ഉണ്ട്. നിങ്ങൾ എന്താണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെ പഠിച്ചു വെച്ചാൽ മതി, കാരണം കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ചോദ്യം എന്താണ്? യെസ്, 2 billiard balls each of mass 0.05 kilogram moving in opposite direction with speed 6 meter per second collide and rebound with the same speed. What is the impulse imparted to each ball due to other? എന്താണ് ക്വസ്റ്റ്യൻ? യെസ്, 2 ബോൾസ് ഉണ്ട്. രണ്ടിൻ്റെയും മാസ് എന്താണ്? രണ്ടിൻ്റെയും മാസ് എന്ന് പറയുന്നത് 0.05 കിലോഗ്രാം ആണ്. 5 ആണ്. 0.05 കിലോഗ്രാം ആണ്. ഇതെന്താണ്? സെയിം സ്പീഡിലാണ് രണ്ടും പോകുന്നത്. സ്പീഡ് എന്താണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഒന്ന് ഇങ്ങോട്ടേക്കാണെങ്കിലും മറ്റേ എന്താണ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.05 എന്താണ്? യെസ്, വെലോസിറ്റി എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 0.05 തന്നെ. എന്തായിരിക്കും ഇതിൻ്റെ വെലോസിറ്റി? എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അല്ലേ. സോ ഞാൻ എന്താക്കണം? ഇതിന് -6 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുകയാണ്. -6 മീറ്റർ പെർ സെക്കൻഡ് എടുക്കുന്നു. സെറ്റ് ആണല്ലോ. ഓക്കെ, വേണ്ടെങ്കിൽ ഇതിനെ ഞാൻ മൈനസും ഇതിനെ പോസിറ്റീവ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ഞാൻ ഇതിനെ മൈനസും ഇതിനെ പോസിറ്റീവ് ആക്കി എടുത്തു. ഇതെന്താണ്? യെസ്, രണ്ടും കൊളൈഡ് ചെയ്തു. രണ്ടും കൊളൈഡ് ചെയ്തു. ദെൻ എന്താണ്? റീബൗണ്ട് വിത്ത് സെയിം സ്പീഡിൽ റീബൗണ്ട് ചെയ്ത് പോവാണ്. രണ്ടും വേർപെട്ട് പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇമ്പൾസ് എന്താണെന്നാണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം എന്ത് ഇമ്പൾസ് = എന്താണെന്ന് എനിക്കറിയാം. യെസ്, ചേഞ്ച് ഇൻ മൊമെന്റം ആണ് അല്ലേ. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ആൻസർ ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടെത്തിയാൽ പോരെ. ഒന്നാമത്തെ ബോളിന്റെ നോക്കി നിങ്ങൾ. ഫസ്റ്റ് ബോള്, സെക്കൻഡ് ബോൾ. ഓക്കെ, ഫസ്റ്റ്
ഫസ്റ്റ് ബോളിൽ നിങ്ങൾ നോക്കിയേ, എന്താണ് ഇവിടുത്തെ മൊമെന്റം വരിക? മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോൾ എന്താണ് വരുന്നത്? യെസ്, പറയൂ എന്താണ്? യെസ്, മാസ് 0.05 ഇൻറ്റു -6. എത്ര വരും ഇവിടെ പറഞ്ഞേ? -0.3 അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ P2 പറഞ്ഞേ. ആഫ്റ്റർ കൊളിഷൻ 0.05 ഇൻറ്റു 6 ദാറ്റ് ഈസ് 0.3. പറഞ്ഞേടാ, എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുന്നത്? എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റ്? യെസ്, നമുക്കറിയാം ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ദാറ്റ് ഈസ് P2 മൈനസ് P1 ആയിരിക്കും. അതായത് 0.3 മൈനസ് -0.3. മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ എന്താ അത്? യെസ്, പ്ലസ് ആവും. 0.3 പ്ലസ് 0.3 ദാറ്റ് ഈസ് എന്ത് വരും? 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായോ? എന്താണ്? ഒന്നുമില്ല, 0.05 കിലോഗ്രാം ഉള്ള രണ്ട് ബോൾസ് സെയിം വെലോസിറ്റിയിൽ 6 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തമ്മിൽ എന്താണ് ഫസ്റ്റ് കൊളൈഡ് ചെയ്തു, ദെൻ റീബൗണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒന്ന് മറ്റേതിന് കൊടുക്കുന്ന ഇമ്പൾസ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. എന്താണ്, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? യെസ്, ഒന്നെന്താണ് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. സോ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ എന്താക്കി മറ്റേതിനെ ഞാൻ നെഗറ്റീവ് ആക്കി എടുത്തു. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേതിനെ നെഗറ്റീവ് ആക്കി എടുത്തു. ഇനി നേരെ പോയിട്ട് എന്ത് കണ്ടുപിടിച്ചു? യെസ്, മൊമെന്റം കണ്ടുപിടിച്ചു. 0.05 ഇൻറ്റു -6ഉം അതേപോലെ തന്നെ എന്ത് വരും? P2 0.05 ഇൻറ്റു 6ഉം വരും. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? P2 മൈനസ് P1 ആണ്. ദാറ്റ് ഈസ് 0.3 പ്ലസ് 0.3 ദാറ്റ് ഈസ് 0.6. ഒരു കുഞ്ഞു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ വന്നാൽ, അതായത് രണ്ട് സാധനത്തിന് സെയിം മാസും അതേപോലെ തന്നെ സെയിം വെലോസിറ്റിയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് 2mb. ആരാണ്? 2mb. ഈ ഡയറക്റ്റും ഈ ഇക്വേഷനിലേക്ക് നമ്മുടെ വാല്യൂസ് പുട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സെയിം ആൻസർ കിട്ടും. ഇതേ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് തന്നെ. ഓക്കെ, അതായത് ഒന്നുമില്ല, ഇമ്പൾസ് എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ മൈനസ് ഇനീഷ്യൽ അല്ലേ? അതായത് ഒന്നെന്താണ്, ഞാൻ ഫൈനലുള്ള ആളുടെ വെലോസിറ്റി ഫൈനലാണ്, ഫൈനൽ പോസിറ്റീവും, ഇനീഷ്യലുള്ള ആളുടെ വെലോസിറ്റിയും നെഗറ്റീവും എടുക്കുകയാണ്. അങ്ങനെയാകുന്ന സമയത്ത് എന്ത് കിട്ടും എനിക്ക്? യെസ്, മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് മാസ് ഇൻറ്റു വെലോസിറ്റി. mv പ്ലസ് mv എന്താണ്? 2mv. സോ ഇങ്ങനെയാണെന്ത് എനിക്ക് ആ ഇക്വേഷൻ കിട്ടിയത്. നോക്കാം, നമുക്കിത് കറക്റ്റ് ആണോ നോക്കിയാലോ. നേരെ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു മാസ് എത്രയായിരുന്നു? യെസ്, 0.05 ഇൻറ്റു 6 അല്ലേ? യെസ്, 6 ദാറ്റ് ഈസ് 3 ദാറ്റ് ഈസ് 0.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. സെറ്റ് അല്ലേടാ? സെറ്റാണോ? ഒന്നുമില്ല. 2mb എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വേറെ എന്താണ് ഒരു പ്രശ്നമില്ല. ഓക്കെ, സെറ്റാണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. An object mass 2 kilogram moving with 18 meter per second hits a wall and comes to rest. Calculate impulse acting on the wall. Wall ആക്ട് ചെയ്യുന്ന ഇമ്പൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്താണ്? ഇതൊരു വോളാണ്. എന്താണ്? ഒരു ബോൾ വരുന്നുണ്ട്. ബോൾ വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോപ്പായി എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് ആക്ട് ചെയ്യുന്നത് എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യണം. പറഞ്ഞാൽ നിങ്ങൾ ഒബ്ജക്റ്റിൻ്റെ മാസ് എത്രയാണ്? 2 കിലോഗ്രാം ആണെന്ത് എൻ്റെ ഒബ്ജക്റ്റിൻ്റെ മാസ്. ദെൻ എത്രയാണ്? മൂവിങ് വിത്ത് 18 മീറ്റർ പെർ സെക്കൻഡ്. യു എത്രയാണ്? 18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹിൽസ് ആൻഡ് വോൾ കംസ് ടു റെസ്റ്റ്. ദാറ്റ് മീൻസ് എൻ്റെ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0 മീറ്റർ പെർ സെക്കൻഡ്. ഇമ്പൾസ് കണ്ടുപിടിക്കാലോ. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു, നേരത്തെ ഞാൻ പറഞ്ഞ 2mb എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? മാസ് സെയിം ആയിരിക്കട്ടെ, പക്ഷേങ്കിൽ എൻ്റെ വെലോസിറ്റിക്ക് എന്താണ്?
വ്യത്യാസമുണ്ട്. സോ നമുക്ക് ആ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്താണ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഫൈനൽ മൈനസ് ഇനീഷ്യൽ യൂസ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഒന്നാമത്തെ ബോളിൻ്റെ ഒന്നാമത്തെ ഇതിൻ്റെ മൊമെൻ്റ് എത്രയാണ്? യെസ്, മൊമെൻറ്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഈസ് 2 × 18 അല്ലേ, ദാറ്റ് ഈസ് 116 kg/m/s. ദെൻ പി ഫൈനൽ ഈക്വൽ ടു റെസ്റ്റ് ആയതിനു ശേഷം മാസ് ഇൻറ്റു വി, ദാറ്റ് ഈസ് എത്രയാണ്? 0 ആയിരിക്കില്ലേ, മാസ് ഇൻറ്റു 2 × 0 0 ആയിരിക്കും. നേരെ പുട്ടുകയാണ്, ദാറ്റ് ഈസ് 0 minus 160, that is minus 116 kg/m/s. അതായത് എൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 160 kg/m/s ആയിരിക്കും. മനസ്സിലായോ? ഇവിടുത്തെ നെഗറ്റീവ് ഇൻഡിക്കേറ്റ് എന്താണ്? യെസ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുമില്ല. എന്താണ് ചോദ്യം? യെസ്, 2 കിലോഗ്രാമിൽ ഒരു മാസ് 80 m/s പോവാണ്. അതെന്താണ്? ഒരു വാളിൽ ഹിറ്റ് ചെയ്തു, ദെൻ സ്റ്റോപ്പായി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇമ്പൾസ് കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതി. മാസ്, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ദെൻ എന്താക്കി? ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും കണ്ടുപിടിച്ചു. അന്നേരം എനിക്ക് എന്ത് കിട്ടി? -160 kg/m/s കിട്ടി. അത് തന്നെയാണ് എന്തെൻ്റെ ഇമ്പൾസ് എന്ന് പറയുന്നതും. ആ നെഗറ്റീവ് സൈഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഓപ്പോസിറ്റ് ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A batsman hit back a ball straight in the direction of bowler without changing its initial speed. Okay, 12 m/s ആണ്. If the mass of the ball is 0.15 kg, determine the impulse imparted to the ball. ബോളിൽ ഇമ്പാർട്ട് ചെയ്തിട്ട് ഇമ്പൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്താണ്? യെസ്, ഇതാണെന്ത്? എൻ്റെ ക്രിക്കറ്ററാണിത്. ക്രിക്കറ്റ് ബാറ്റൊക്കെ ഉണ്ട്, ബാറ്റ്മാൻ ആണിത്. ഇതെൻ്റെ ബൗളർ. ഓക്കെ, ബൗളർ തെറ്റല്ലേ? എന്താണ് ബൗൾ? എന്താണ് ബൗൾ? എറിഞ്ഞു. എന്താണ്? സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് എറിയുന്നത്. സ്ട്രെയിറ്റ് ലൈന്. ഓക്കെ, ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് എൻ്റെ ബോൾ എറിയുന്നത്. ബോൾ എറിഞ്ഞു, ഇവിടെ തട്ടി. ബാറ്റ്മാൻ എന്താണ്? ബോൾ എറിഞ്ഞു, സെയിം ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രെയിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ബോളർ വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ്. അതായത് ഫൈനൽ സ്പീഡും ഇനീഷ്യൽ സ്പീഡും ഇവിടെ എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് എൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 12 m/s ആണ്. മാസ് എന്താണ്? 0.15 kg ആണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? I is equal to 2mv എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. കാരണം എന്താണ്? മാസ് സെയിം ആണ്, അതേപോലെ തന്നെ എന്താണ്? വെലോസിറ്റിയും സെയിം ആണ്. എന്താ? വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ്? അവിടെ ഇനീഷ്യൽ സ്പീഡ് സെയിം ആണ്. സോ നേരിട്ട് കൊടുക്കാം. 2 × 0.15 × 12 എത്ര കിട്ടും നമുക്ക്? നോക്കിയാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, എത്ര കിട്ടും? 2 × 0.15 × 12 എത്രയാണ് കിട്ടുന്നത്? 3.6 അല്ലേടാ? 3.6 അല്ലേ? യെസ്, 3.6 kg/m/s ആയിരിക്കും എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇമ്പൾസ് ആക്ട് ചെയ്യുന്നത് 2mv ഡയറക്റ്റ് 2mvയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു. വേറെ ഒന്നുമില്ല, 2mvയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു. മാസ് എന്താണ്? 0.15 ആണ്. വെലോസിറ്റി എന്താണ്? 12 ആണ്. സോ 2 × 0.15 × 12 is equal to impulse is equal to 3.6 kg/m/s. ഓക്കെ ആണല്ലോടാ? നെക്സ്റ്റ് എന്താണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ കഴിഞ്ഞു, സെക്കൻഡ് ലോ കഴിഞ്ഞു, തേർഡ് ലോ എത്തി നമ്മൾ.
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലോ ആണ് തേർഡ് ലോ. ഫസ്റ്റ് ലോവും സെക്കൻഡ് ലോ ഒക്കെ ഭയങ്കര പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തേർഡ് ലോ എന്താണ്? സിമ്പിളേ, എന്താണ്? ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. സെന്റൻസ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലോ ആണെന്ത്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ആക്ച്വലി ഈ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഉള്ളത് കൊണ്ടാണെന്ത് നമുക്ക് നടക്കാൻ പറ്റുന്നത്, നമുക്ക് ഓടാൻ പറ്റുന്നത്, നമുക്ക് എഴുതാൻ പറ്റുന്നത് അല്ലേ? ഒക്കെ എന്താണ്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഉള്ളത് കൊണ്ടാണ്. നോക്കിയാലോ, പോവാം. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്താണ്? ഏതൊരു ആക്ഷനും അവിടെ എന്താണ്? ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊരു ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ട്. നടക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? യെസ്, ഞാൻ എന്താണ്? ഗ്രൗണ്ടിലേക്ക് ബാക്ക്വേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രൗണ്ട് എനിക്ക് എന്താണ്? ഫോർവേഡ് ആയിട്ടൊരു എന്ത് തരുന്നുണ്ട്? ഫോഴ്സ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്തിനു മുന്നോട്ട് നടക്കാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ, പിക്ചർ ഇവിടെ ഉണ്ടല്ലോ. എന്താണ്? യെസ്, കുട്ടി എന്താണ്? നടക്കുകയാണ് അല്ലേ? കുട്ടി നടക്കുന്ന സമയത്ത് ബാക്ക്വേർഡ് ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് എന്താണ്? എൻ്റെ ഗ്രൗണ്ട് എനിക്കൊരു ഫോഴ്സ് തരുന്നു. അതുകൊണ്ടാണെന്ത് എനിക്ക് മുന്നോട്ടേക്ക് നടക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? വാക്കിംഗ് എങ്ങനെയാണ് ന്യൂട്ടൺസ് തേർഡ് ലോക്ക് എക്സാമ്പിൾ ആയത്? മനസ്സിലായോ? എന്താണ്? ഗ്രൗണ്ടിലേക്ക് ഞാൻ ബാക്ക്വേർഡ് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ട് ഫോർവേഡേക്ക് എന്താണ്? എനിക്കൊരു ഈക്വൽ ഫോഴ്സ് തരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നത്. നേരെ സ്വിമ്മിങ് ബിക്കംസ് പോസിബിൾ ബിക്കോസ് ഓഫ് തേർഡ് ലോ ഓഫ് മോഷൻ. സ്വിമ്മിങ് പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? തേർഡ് ലോ ഓഫ് മോഷൻ ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെയാണ്. യെസ്, ഞാൻ എന്താണ്? എൻ്റെ കൈകൾ കൊണ്ട് വെള്ളത്തിലേക്ക് ബാക്ക്വേർഡേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ബാക്ക്വേർഡേക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഫോർവേഡേക്ക് എന്താണ്? യെസ്, ഈക്വൽ ആയിട്ട് വെള്ളം എനിക്ക് ഒരു ഫോഴ്സ് തരുന്നു. അതുകൊണ്ടാണെന്ത് എനിക്ക് മുന്നോട്ട് നീന്താൻ പറ്റുന്നത്. യെസ്, ഞാൻ ബാക്ക്വേർഡേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. സോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുന്നോട്ടേക്ക് ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് തരുന്നു. ആര്? വാട്ടർ. സോ അതുകൊണ്ടാണെന്ത് എനിക്ക് സ്വിം ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തെ ജമ്പിങ് ഓഫ് എ മാൻ ഫ്രം എ ബോട്ട് ഓൺ ടു ദ ബാങ്ക് ഓഫ് ദ റിവർ. കരയിലേക്ക് ബോട്ടിൽ നിന്ന് നിങ്ങൾ ചാടി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ കരയിലേക്ക് വരുന്ന സമയത്ത് ബോട്ട് കുറച്ച് ബാക്കോട്ട് നീങ്ങും. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണത്? യെസ്, ഒന്നുമില്ല. നമ്മൾ ബാക്കോട്ട് നീങ്ങുന്ന സമയത്ത്, ബാക്കോട്ടല്ല, നമ്മൾ മുന്നോട്ട് ചാടുന്ന സമയത്ത് എന്താണ്? ഞാൻ ഈ കാല് വെച്ചിട്ട് ബാക്കോട്ടേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അതിന് ഫലമായിട്ട് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് എന്താണ്? യെസ്, ഇവിടുന്ന് എനിക്കൊരു റിയാക്ഷൻ കിട്ടുന്നു അല്ലേ? അതുകൊണ്ടാണെന്ത് എനിക്ക് മുന്നോട്ടേക്ക് ചാടി കരയിലേക്ക് എത്താൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? ദ റീകോയിൽ ഓഫ് ഗണ്ണിന്റെ റീകോയിൽ എങ്ങനെയാണ്? യെസ്, നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് മുന്നോട്ടേക്ക് പോകുന്നു. സെയിം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എനിക്ക് എന്താണ്? ബാക്കോട്ടേക്ക് ഒരു ഫോഴ്സ് കിട്ടുന്നത്. അതുകൊണ്ട് ബാക്കോട്ടേക്ക് എന്താണ്? ഗണ്ണ് തരുന്നത്. അതായത് ഞാൻ ഈ സാധനം ഞെക്കുന്ന സമയത്ത് എൻ്റെ ബുള്ളറ്റ് എന്താണ്? യെസ്, മുന്നോട്ടേക്ക് പോകുന്നു. ബുള്ളറ്റ് എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഗണ്ണിലേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത്? എൻ്റെ ഗൺ കുറച്ച് ബാക്കോട്ട് നീങ്ങുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്, ദി അപ്വാർഡ് ത്രസ്റ്റ് ഓഫ് ദി റോക്കറ്റ്. നമ്മൾ നാസയിലും ISROയിലൊക്കെ റോക്കറ്റ് വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കൗണ്ടിങ് ഒക്കെ ചെയ്തിട്ട് പതുക്കെ എന്താണ്? ഈ ഫയർ വരുന്ന സമയത്ത് കാണുന്നുണ്ടോ? ഇത് ഈ ഫയർ വരുന്ന സമയത്താണ് ഓക്കെ, ഇപ്പൊ കാണാൻ സാധിക്കാൻ പറ്റുന്നു തോന്നുന്നു. ഫയർ വരുന്നുണ്ടല്ലേ? ഈ ഫയർ വരുന്ന സമയത്താണ് എന്ത്? യെസ്, ഈ റോക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. ഫയർ എന്താണ്? അതെന്താണ്? ഈ ഇതിലെ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്തിട്ട് ഫയർ എന്താണ്? യെസ്, താഴോട്ടേക്ക് പോകുന്ന സമയത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ്? യെസ്, നമ്മുടെ റോക്കറ്റ് എന്താണ്? മുകളിലോട്ട് പോകും. സോ തേർഡ് ലോ ഓഫ് മോഷൻ എന്താ? മനസ്സിലായോ? ഒന്നുമില്ല. ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, നടക്കാൻ പറ്റുന്നത്, നീന്താൻ പറ്റുന്നതും, തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടാൻ പറ്റുന്നത്, അതേപോലെ തന്നെ എന്താണ്? യെസ്, റീകോയിൽ ഓഫ് ഗണ്ണ്, അപ്വാർഡ് ത്രസ്റ്റ് ഓഫ് ദി റോക്കറ്റ്. ഇതൊക്കെ എന്താണ്? എന്തൊരു എക്സാമ്പിൾ ആണ്? തേർഡ് ലോ ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി തേർഡ് ലോ ഓഫ് മോഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അത് നോക്കാം. എന്താണ്? ഫോഴ്സ് ഓൾവേസ് ഒക്കേഴ്സ് പെയേഴ്സ്. ഫോഴ്സ് എന്താണ്? എപ്പോഴും പെയേഴ്സ് ആയിട്ടാണ് ഇവിടെ ഒക്കർ ചെയ്യുക. നിങ്ങൾ നോക്കിയേ, നമുക്ക്
കാല് നമ്മൾ ബാക്കോട്ട് കൊടുക്കുന്ന സമയത്ത് അറ്റ് എ സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഗ്രൗണ്ട് എന്താണ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് തരുന്നുണ്ട്. അവിടെ എന്താണ് യെസ്, രണ്ട് ഫോഴ്സുകൾ വന്നു അല്ലേ, രണ്ട് ഫോഴ്സുകൾ വന്നു. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫോഴ്സും. അതാണ് പറയുന്നത് ഫോഴ്സ് ഈസ് ഓൾവേസ് ഒക്കർ ഇൻ പെയർസ്. ഫോഴ്സ് എപ്പോഴും പെയർസ് ആയിട്ടാണ് ഇവിടെ ഒക്കർ ചെയ്യുന്നത്. ഫോഴ്സ് ഓൺ എ ബോഡി എ ബൈ ബി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ ഫോഴ്സ് ഓൺ ദി ബോഡി ബി ബൈ എ. എന്താണ് ഫോഴ്സ് ഓൺ എ ബോഡി എ ബൈ ബി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓൺ എ ബോഡി ബി ബൈ എ. എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ്, ദർ ഈസ് നോ കോഴ്സ് എഫക്റ്റ്. എന്താണ് ഇവിടെ കാരണം അങ്ങനത്തെ കാര്യങ്ങൾ, കോഴ്സ് എഫക്റ്റ് ഒന്നുമില്ല. എന്താണ് റിലേഷൻ ഇംപ്ലൈഡ് ഇൻ ദി തേർഡ് ലോ. The force on A by B and the force on B by A at the same instant. At the same time ലാണെന്ത് ഫോഴ്സ് ഓൺ എയും അതേപോലെ തന്നെ എ ബൈ ബിയും ബി ബൈ എയും നടക്കുന്നത്. ഓക്കെ, എ ബിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും ബി എയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും എന്താണ് അറ്റ് സെയിം ടൈമാണ് നടക്കുന്നത്. സെയിം ടൈമാണ് നടക്കുന്നത്. ബൈ ദ സെയിം റീസണിങ് എനി വൺ ഓഫ് ദം മേ ബി കോൾഡ് ആക്ഷൻ ആൻഡ് അതർ റിയാക്ഷൻ. അതുകൊണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ആക്ഷനും റിയാക്ഷനും ആയിട്ട് എടുക്കാം. ഓക്കെ, ഞാനിപ്പം തറയിലേക്ക് നടക്കുകയാണ്, ഞാൻ കാല് തറയിലേക്ക് ബാക്ക്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നത് എന്താണ് അതേ സെയിം ടൈം തന്നെയാണ് എന്ത് ഗ്രൗണ്ട് എനിക്ക് ഒരു ഫോർവേഡ് ഫോഴ്സ് തരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണേൽ എന്ത് പറയാം, ഞാൻ തറയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിന് എനിക്ക് ആക്ഷൻ ആയിട്ട് പറയാം, അതിൻ്റെ റിയാക്ഷനായിട്ട് ഗ്രൗണ്ട് തരുന്നത് പറയാം. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, ഞാൻ എന്താണ് നടക്കുന്നത് ഗ്രൗണ്ട് തരുന്നതിൻ്റെ ഫലമായിട്ടാണ്, ഐ മീൻ റിയാക്ഷൻ ആണത്, അങ്ങനെയും പറയാം എനിക്ക്. ഓക്കെ, അതുകൊണ്ട് സെയിം ടൈമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആക്ഷൻ ഏതാണ് റിയാക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം. നെക്സ്റ്റ്, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആക്ട്സ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. നിങ്ങൾ വിചാരിക്കും നമ്മൾ നേരത്തെ ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കേസിലൊക്കെ പറഞ്ഞു, രണ്ടും സെയിം ഫോഴ്സ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ക്യാൻസലായി അവിടെ എന്താണ് ഫോഴ്സ് സീറോ ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സീറോ ആവണ്ടേന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ് രണ്ടും ഓപ്പോസിറ്റ് ബോഡീസിലാണ് നടക്കുന്നത്. ഞാൻ എന്താണ് ഗ്രൗണ്ടിന് ഫോഴ്സ് കൊടുക്കുന്നു, ഗ്രൗണ്ട് എന്താണ് തിരിച്ചെനിക്ക് തരുന്നു. ഒന്ന് ഗ്രൗണ്ടിലേക്കും ഒന്ന് എൻ്റെ കാലിലേക്കുമാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. സോ അവിടെ എന്താണ് ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, സോ ഡെനോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അവർ തമ്മിൽ എന്താണ് ക്യാൻസൽ ആയി പോവില്ല. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആക്ട്സ് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ് നോട്ട് ഓൺ ദ സെയിം ബോഡി. സെയിം ബോഡിയിലല്ല ആക്ട് ചെയ്യുന്നത്. സോ ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. അതുകൊണ്ട് എന്താണ് ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ ഈവൻ ദോ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷേങ്കിൽ അവ എന്താണ് ക്യാൻസൽ ആയി പോവില്ല. കാരണം എന്താണ് രണ്ട് ഡിഫറെൻറ്റ് ബോഡീസിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ എഫ് എ ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ബി. ഇവിടെ പറഞ്ഞ സെയിം കാര്യം തന്നെ. ഫോഴ്സ് ഓൺ എ ബോഡി എ ബൈ ബി ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി ഫോഴ്സ് ഓൺ ദ ബി ബോഡി ബി ബൈ എ. എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ. ഓക്കെ, നെക്സ്റ്റ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നമ്മുടെ തേർഡ് ലോ ഓഫ് ബന്ധപ്പെടുന്ന ഒരാളാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? ഒന്നുമില്ല, ഒരു ബോഡിയുടെ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പോൾ. ഒന്നെങ്കിൽ ആ ബോഡി ഐസൊലേറ്റഡ് സിസ്റ്റം ആവുന്ന സമയത്ത്, ആ ബോഡി എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ, ഐസൊലേറ്റഡ് സിസ്റ്റം വെച്ച് എന്താണ് യെസ് അതിലേക്ക് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യപ്പെടില്ല. അവിടുത്തെ എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആ ബോഡിയിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ബോഡിയുടെ ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഇൻ എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഓർ എങ്ങനെ പറയാം, ദ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇഫ് ദ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് സീറോ. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ആ സിസ്റ്റത്തിലുള്ള നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്കത് പ്രൂവ് ചെയ്യാം. എങ്ങനെ? അതായത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും, ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്.
ഓക്കെ, പ്രൂഫ് നോക്കാം. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വിട്ടൊരു കളിയില്ല. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം, ഡി പി ബൈ ഡി ടി ആണെന്ന് അറിയാം അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെന്ന് അറിയാം. എന്തെനിക്കറിയാം, യെസ്, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, 0 ആണ്. എൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടുത്തെ 0 ആണ്. അങ്ങനെയാകുന്ന സമയത്ത് 0 ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണല്ലോ അല്ലേ. എൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു. 0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡി പി ബൈ ഡി ടി ആണ്. ഡി ടിന് ഞാൻ എന്താക്കാണ്, എൻ്റെ 0ൻ്റെ ഒക്കെ എടുത്താണ്. സോ 0 ഇൻറ്റു ഡി ടി എന്താവും, 0. ദാറ്റ് ഈസ് 0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി. അതായത് എൻ്റെ ചേഞ്ച് ഇൻ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ചേഞ്ച് ഇല്ല. ചേഞ്ച് ഇല്ലെങ്കിൽ എൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും എടാ, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ലേ. എൻ്റെ മൊമെൻറ്റം എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് പ്രകാരം എഫ് എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. എൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ് എന്താണ്, 0 ആയാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്തായിരിക്കും, 0 ആയിരിക്കും. എൻ്റെ ഡെൽറ്റ ടീനെ ഞാൻ എന്താക്കണം, 0ൻ്റെ ഒക്കെ എടുത്താൽ 0 ഇൻറ്റു ഡെൽറ്റ ടി എന്താണ്, യെസ് 0 ആയിപ്പോവും. ദാറ്റ് ഈസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്തായി, 0 ആയി. ചേഞ്ച് ഇൻ മൊമെൻറ്റം 0 ആണെങ്കിൽ എൻ്റെ പി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പി എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായോടാ, കത്തിയോ? ഇതാണ് പ്രൂഫ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നോക്ക്. Thus, when there is no external force acting on a system of a particles, the total momentum remains constant. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ പാർട്ടിക്കിൾ, ആ സിസ്റ്റത്തിലെ പാർട്ടിക്കിളിൽ എന്താണ്, ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. പി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ് നോക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് റീകോയിൽ ഓഫ് ഗൺ. ആക്ച്വലി എന്താണ് ഈ റീകോയിൽ എന്ന് പറയുന്നത്, എന്താണ് അറിയാവോ നിങ്ങൾക്ക്? റീകോയിൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ NCC NSS ഇല്ല, SPC ക്യാമ്പിനൊക്കെ പോയവർക്ക് അറിയാം. നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുള്ളറ്റ് പോകുന്ന സമയത്ത് ആ എന്താണ്, ഗണ്ണ് എന്താണ് കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് വരും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഈ ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പോയ ആൾക്കാർക്ക്. എന്താണ്, ബാക്കോട്ട് വരും. ഇതിനാണ് എന്ത് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. ബാക്ക്വേർഡേക്ക്, ഗണ്ണ് ബാക്ക്വേർഡേക്ക് വരുന്നതിനാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. When a bullet is fired from a gun, the backward movement of gun is called recoil of the gun. ഇതിനാണ് നമ്മൾ റീകോയിൽ ഓഫ് ദി ഗൺ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഗണ്ണ് ബാക്കോട്ട് വരുന്നു. ഓക്കെ, ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണ് ബാക്കോട്ട് വരുന്നു. ഈ ബാക്ക്വേർഡ് മൂവ്മെന്റ് ഓഫ് ദി ഗണ്ണിനാണ് നമ്മൾ റീകോയിൽ ഓഫ് ദി ഗൺ എന്ന് പറയുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. ബിഫോർ ഫയറിങ്, ഓക്കെ, ബിഫോർ ഫയറിങ് എന്താണ്, ബിഫോർ ഫയറിങ് എന്ന സമയത്ത് ഈ സിസ്റ്റം, ഇതൊരു സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് എൻ്റെ റെസ്റ്റിലാണല്ലോ. ഇതിൻ്റെ ഉള്ളൊരു ബുള്ളറ്റ് ഉണ്ട്, ഇതിൻ്റെ ബുള്ളറ്റാണെന്ന് വിചാരിച്ചോ, ഇതെൻ്റെ ബുള്ളറ്റാണ്. ഈ ബുള്ളറ്റ് എന്താണ്, ബുള്ളറ്റും റെസ്റ്റിലാണ്, അതേപോലെ തന്നെ എൻ്റെ ഗണ്ണും റെസ്റ്റിലാണ്. ബുള്ളറ്റും ഗണ്ണും റെസ്റ്റിലാണ്, ബോത്ത് ആർ അറ്റ് റെസ്റ്റ്. ദാറ്റ് ഈസ് ഈ സിസ്റ്റം എന്താണ്, റെസ്റ്റിലാണെന്ന് പറയാം. ഇനി ഞാൻ എന്താക്കുകയാണ്, ഇതെന്താണ്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബുള്ളറ്റ് എന്തായി, യെസ്, ഒരു സം വെലോസിറ്റിയിൽ ബുള്ളറ്റ് മുമ്പോട്ടെയും അതിൻ്റെ ഫലമായിട്ടില്ലേ, അതിൻ്റെ റിയാക്ഷനായിട്ട് എന്താവും, എൻ്റെ ഗൺ എന്താണ്, ബാക്കോട്ട് വരും. ഇതാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയാന്ന് പറഞ്ഞു. ബാക്കോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, റെസ്റ്റിലാണോ? അല്ല, ഇവിടെ എന്താണ്, യെസ്, ഇവിടെ എന്തുണ്ടായി, ചേഞ്ച് ഉണ്ടായില്ലേ, സിസ്റ്റത്തിൽ ചേഞ്ച് വന്നു. ഇവിടുത്തെ മൊമെൻറ്റം നിങ്ങൾ പറഞ്ഞേ, ഇവിടെ ഉണ്ടായ മൊമെൻറ്റം എന്താണ്, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. ദാറ്റ് ഈസ് റെസ്റ്റിലാണ്, സോ വെലോസിറ്റി ഉണ്ടാവില്ല. സോ ഇവിടെ ഉണ്ടായ മൊമെൻറ്റം എന്താണ്, 0 ആണെന്ന് പറയാൻ പറ്റും. ഇവിടെയുള്ള മൊമെൻറ്റം എന്താണ്, 0 ആണ്. ആഫ്റ്റർ ഫയറിംഗ് ഉള്ള മൊമെൻറ്റം എന്താണ്, ആഫ്റ്റർ ഫയറിംഗ് ഇങ്ങോട്ടേക്കില്ലേ, മാസിൻ്റെ ഒരു വെലോസിറ്റി, മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഈ സ്മോൾ എം എന്താണ്, എൻ്റെ മാസ് ഓഫ് ദി ബുള്ളറ്റാണ്, മാസ് ഓഫ് ദി ബുള്ളറ്റാണ് സ്മോൾ എം. അതേപോലെ തന്നെ സ്മോൾ വി എന്താണ്, വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്, വെലോസിറ്റി ഓഫ് ദ ബുള്ളറ്റ്. ഈ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്താണ്, മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. മസിൽ വെലോസിറ്റി
വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് ഈസ് നോൺ ആസ് മസിൽ വെലോസിറ്റി, സ്മോൾ വി. ഇനി ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം ആണെന്ത്? എൻ്റെ മാസ് ഓഫ് ദി ഗൺ. മാസ് ഓഫ് ദി ഗൺ ആണെന്ത്? എൻ്റെ ക്യാപിറ്റൽ വെലോസിറ്റി. ഇനി ബിഗ് വെലോസിറ്റി, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ഓഫ് ദി ഗൺ. വെലോസിറ്റി ഓഫ് ദി ഗൺ ആണെന്ത്? എൻ്റെ ക്യാപിറ്റൽ വി. എൻ്റെ വെലോസിറ്റി ഓഫ് ദി ഗണ്ണിനെയാണ് എന്തറിയപ്പെടുന്നത്? റീകോയിൽ വെലോസിറ്റി എന്നറിയപ്പെടുന്നത്. എന്താണ്? റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഗണ്ണിന്റെ വെലോസിറ്റി ആണ് റീകോയിൽ വെലോസിറ്റിയും ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണെന്ത്? മസിൽ വെലോസിറ്റി. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. ബിഫോർ ഫയറിംഗ് എന്തായിരിക്കും? മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്? സിസ്റ്റം റെസ്റ്റിലാണ്. ആഫ്റ്റർ ഫയറിംഗ് എന്തായിരിക്കും? യെസ്, എൻ്റെ മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് പ്ലസ് മൊമെന്റം ഓഫ് ദി ഗൺ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലെറ്റ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ഇൻസൈഡ് ഇറ്റ് കണ്ടിന്യൂസ് ഐസൊലേറ്റഡ് അല്ലേ? കാരണം എന്താണ്? അവിടെ യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല, അതിലേക്ക് യാതൊരു ഫോഴ്സും ആക്ട് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് എന്തായിരിക്കും? ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. സോ ഇനീഷ്യലി ബോത്ത് ബുള്ളറ്റ് ആൻഡ് ഗൺ അറ്റ് റെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബിഫോർ ഫയറിംഗ് എന്തായിരിക്കും? യെസ്, ബോത്ത് ബുള്ളറ്റും ഗൺ എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും. ദെൻ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ബിഫോർ ഫയറിംഗ് ഈസ് 0. മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് ബിഫോർ ഫയറിംഗ് ഈസ് 0. ബിഫോർ ഫയറിങ്ങിന് മുമ്പ് എന്തായിരിക്കും? മൊമെന്റം എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മൊമെന്റം 0 ആയിരിക്കും എപ്പം? ബിഫോർ ഫയറിംഗ്. ബിഫോർ ഫയറിംഗ് മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ വെൻ ദ ബുള്ളറ്റ് ഈസ് ഫയർഡ്, ബുള്ളറ്റ് എന്തായി? ഫയർ ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് മൂവ്സ് ഫോർവേഡ് ആൻഡ് ദ ഗൺ റീകോയിൽസ് അല്ലേ? ഗൺ എന്താണ്? ബാക്കോട്ട് വരും. ബുള്ളറ്റ് എന്താണ്? മുമ്പോട്ട് പോകും. ഗൺ എന്താവും? ബാക്കോട്ട് വരും. ലെറ്റ് എം ബി ദ മാസ് ഓഫ് ദി ബുള്ളറ്റ്. എം ആണെന്ത്? ബുള്ളറ്റിന്റെ മാസ്. എം ബി ദ മാസ് ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ക്യാപിറ്റൽ എം ബി ദ മാസ് ഓഫ് ദി ഗൺ. ഓക്കെ, ഇതാരാണ്? മാസ് ഓഫ് ദി ബുള്ളറ്റ് ആണ്. ഓക്കെ, മാസ് ഓഫ് ദി ബുള്ളറ്റ്. ഓക്കെ, എം ബി ദ മാസ് ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ക്യാപിറ്റൽ എം ബി ദ മാസ് ഓഫ് ദി ഗൺ. ഗണ്ണിന്റെ മാസ് ആണെന്ത്? ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. വി ബി ദി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. And capital V be the velocity of the gun. Okay, set ആണോ? ഇത് വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് എന്ന് പറയുന്നത് സ്മോൾ വി ആണ്. ഇത് സ്മോൾ വി ആണിത്. ഇത് ക്യാപിറ്റൽ വി ആണ്. ക്യാപിറ്റൽ. മനസ്സിലായോ? ഒന്നുമില്ല. ബിഫോർ ഫയറിംഗ് എന്താണ്? രണ്ട് സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. സോ അവിടെ ഉണ്ടാകുന്ന മൊമെന്റം എന്താണ്? 0 ആണ്. ആഫ്റ്റർ ഫയറിംഗ് എന്താണ്? ബുള്ളറ്റ് മുമ്പോട്ടും പോകും, എൻ്റെ ഗൺ എന്താണ്? ബാക്കോട്ടും വരും അല്ലേ? വരും. അങ്ങനെയാകുന്ന സമയത്ത് മസിൽ വെലോസിറ്റിനെ ഞാൻ എന്താക്കി? സ്മോൾ വി എന്ന് പറഞ്ഞു. റീകോയിൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ വി. മസിൽ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്. റീകോയിൽ വെലോസിറ്റി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ദി ഗൺ. ദെൻ എൻ്റെ ഗണ്ണിൻ്റെ മാസിൽ ക്യാപിറ്റൽ എം ആയിട്ടും ബുള്ളറ്റിൻ്റെ മാസിൽ സ്മോൾ എം ആയിട്ടും ഞാൻ എടുത്തു. ആക്ച്വലി എനിക്ക് എന്താണ് ഇവിടെ? കൺസർവേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ആണ് അല്ലേ? മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് യെസ്, ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. എനിക്കിവിടെ തെളിയിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൊമെന്റം ഫുള്ളായിട്ട് എഴുതാം അല്ലേ? momentum before firing equal to momentum after firing. Momentum before firing is equal to momentum after firing ആയിരിക്കും എപ്പോൾ? യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം എന്താണ്? മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ആഫ്റ്റർ ഫയറിംഗ്. അങ്ങനെയാണെങ്കിലാണ് ഇത് മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ
രണ്ടും സെയിം ആയിരിക്കണ്ടേ? ആഫ്റ്റർ ഫയറിംഗ് ആണെങ്കിലും ബിഫോർ ഫയറിംഗ് ആണെങ്കിലും മൊമെന്റം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേടാ മൊമെന്റ് കോൺസ്റ്റന്റ് ആവുള്ളൂ. ഓക്കെ എനിവേ ലീവ് ഇറ്റ്. നോക്കാം. മൊമെന്റം ബിഫോർ ഫയറിംഗ് നിങ്ങൾ പറഞ്ഞേടാ. മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്താണ് മൊമെന്റം? നമുക്കറിയാം 0 അല്ലേ? 0 ആണ്. മൊമെന്റം ബിഫോർ ഫയറിംഗ് 0 ആണ്. കാരണം എന്താണ്? യെസ്, ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണുള്ളത്. അവിടെ എന്താണ്? വെലോസിറ്റി ഒന്നും ഇല്ല. സോ എന്താണ്? മാസ് ഇൻറ്റു 0 ആയിരിക്കും. വെലോസിറ്റി 0 ആയിരിക്കും. സോ എന്താണ്? 0 കിട്ടും. ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആണ്. ആഫ്റ്റർ ഫയറിംഗ് എന്താണ്? യെസ്, മൊമെന്റം ഓഫ് ദി ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ്. മൊമെന്റം ഓഫ് ദി ഗൺ പ്ലസ് മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ്. ബുള്ളറ്റിന്റെ മൊമെന്റവും ഗണ്ണിന്റെ മൊമെന്റത്തിന്റെ സം ആയിരിക്കില്ലേ ആഫ്റ്റർ ഫയറിംഗ് ഉള്ളതിന്റെ മൊമെന്റം? ദാറ്റ് മീൻസ് ഗണ്ണിന്റെ മൊമെന്റം എന്താണ്? മൊമെന്റം ഓഫ് ദി ഗൺ. ഗണ്ണിന്റെ മാസ് എന്താണ്? യെസ്, ക്യാപിറ്റൽ എം അല്ലേ? ക്യാപിറ്റൽ എം. ദെൻ വെലോസിറ്റി എന്താണ്? യെസ്, ക്യാപിറ്റൽ വി. മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് എന്താണ്? യെസ്, സ്മോൾ എം സ്മോൾ വി. സ്മോൾ വി ആണ് എന്ത്? എൻ്റെ ബുള്ളറ്റിന്റെ മൊമെന്റം. അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞടാ. മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്തായിരിക്കും? യെസ്, എം വി പ്ലസ് എം വി അല്ലേ? നേരെ നമുക്ക് അതിൽ കൊടുത്താലോ. ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു എം വി പ്ലസ് എം വി എന്ന് കിട്ടിയല്ലോ. എന്താക്കാണ്? എൻ്റെ ഈ എം വി ഞാൻ 0യുടെ അടുത്തേക്ക് എടുക്കുകയാണ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? യെസ്, മൈനസ് എം വി ഈസ് ഈക്വൽ ടു സ്മോൾ എം വി അല്ലേ? മൈനസ് അല്ലേടാ കിട്ടുക? നോക്കിയാൽ നിങ്ങൾ. യെസ്, എം വി പ്ലസ് ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും. ഡൗട്ട് ഇല്ലല്ലോ അതിൽ. മൈനസ് എം വി ഈസ് ഈക്വൽ ടു യെസ് ഗണ്ണിൻ്റെ മൊമെന്റ് എന്ന് പറയും. ദാറ്റ് ഈസ് എൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഇതാണെന്ത്? എൻ്റെ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. റീകോയിൽ വെലോസിറ്റി ഇതെന്താണ്? വെലോസിറ്റി ഓഫ് ദി ഗൺ അല്ലേടാ? വെലോസിറ്റി ഓഫ് ദി ഗൺ or recoil velocity. Okay, that is V is equal to minus m V divided by capital M. important ആണ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചോദിക്കും. recoil of the gun important ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, പ്രോബ്ലംസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും ഈ ഇക്വേഷൻസ് ഒക്കെ. ദാറ്റ് ഈസ് V is equal to recoil velocity is equal to minus mv divided by m. Small m എന്താണ്? Yes, mass of the bullet. V എന്താണ്? Muzzle velocity അല്ലേ? Velocity of the bullet. Capital M എന്താണ്? Mass of the gun. ഓക്കെ, ഇതിൽ അങ്ങനെ നമുക്ക് മസിൽ വെലോസിറ്റി കണ്ടെത്തിക്കൂടെ? മസിൽ വെലോസിറ്റി എന്ത് വരും? പറഞ്ഞേടാ. മസിൽ വെലോസിറ്റി എന്ത് വരും? മസിൽ വെലോസിറ്റി സ്മോൾ വി അല്ലേ? സ്മോൾ വി is equal to എന്ത് കിട്ടും? യെസ്, മൈനസ് എം വി ഡിവൈഡഡ് ബൈ സ്മോൾ എം. ഇതായിരിക്കും എന്ത്? എൻ്റെ മസിൽ വെലോസിറ്റി ഓർ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയടാ. എങ്ങനെയാണ് റീകോയിൽ ഓഫ് ഗൺ നമ്മൾ കണ്ടെത്തിയത്? ഒന്നുമില്ല, നമുക്കറിയുന്ന കാര്യമാണ് എന്ത്? യെസ്, ഗണ്ണ് ബിഫോർ ഫയറിംഗ് എന്താണ്? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. സോ അതിലുള്ള ബുള്ളറ്റ് ആണെങ്കിലും ഗൺ ആണെങ്കിലും ഒക്കെ റെസ്റ്റിലാണ്. സോ എൻ്റെ മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് നേരെ മറിച്ച് ആഫ്റ്റർ ഫയറിംഗിലെ ബുള്ളറ്റ് എന്തായിരിക്കും? മുന്നോട്ട് പോകും. ഗൺ എന്താണ്? ബാക്കോട്ട് വരും. സോ ഗണ്ണിന്റെ വെലോസിറ്റി ആണ് റീകോയിൽ വെലോസിറ്റി. ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണെന്ത്? മസിൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ഫയറിംഗ് ഉള്ള മൊമെന്റം എന്തായിരിക്കും? യെസ്, ഗണ്ണിന്റെ മൊമെന്റം പ്ലസ് ബുള്ളറ്റിന്റെ മൊമെന്റം. ഗണ്ണിന്റെ മൊമെന്റ് എന്താണ്? യെസ്, ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. ബുള്ളറ്റിന്റെ മൊമെന്റ് എന്താണ്? സ്മോൾ വി ഇൻറ്റു മസിൽ വെലോസിറ്റി അല്ലേ? സ്മോൾ എം ഇൻറ്റു സ്മോൾ വി. ദെൻ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കണം. മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആഫ്റ്റർ ഫയറിംഗ് ഉള്ള മൊമെന്റവും ബിഫോർ ഫയറിംഗ് ഉള്ള മൊമെന്റം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് പ്രകാരം എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ആയിരിക്കാം. മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്താണ്? യെസ്, 0 ആണ് അല്ലേ? ആഫ്റ്റർ ഫയറിംഗ് എന്താണ്? യെസ്, മൊമെന്റം ഗണ്ണിന്റെ മൊമെന്റം പ്ലസ് ആരുടെ മൊമെന്റം? ബുള്ളറ്റിന്റെ മൊമെന്റം. ദാറ്റ് ഈസ് ബുള്ളറ്റിന്റെ മൊമെന്റം എത്രയാണ്? സ്മോൾ എം ഇൻറ്റു സ്മോൾ വി പ്ലസ് ഗണ്ണിന്റെ മൊമെന്റം ക്യാപിറ്റൽ വി ഇൻറ്റു ക്യാപിറ്റൽ എം. ദാറ്റ് ഈസ് ഞാൻ എന്താക്കണം? എൻ്റെ ഗണ്ണിന്റെ മൊമെന്റത്തിന്
ഗണ്ണിൻ്റെ മൊമെൻറ്റത്തിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ദാറ്റ് ഈസ് എന്ത് കിട്ടും? സീറോൻ്റെ അടുത്തേക്ക് എടുക്കുകയാണ്. മൈനസ് എം വി അല്ലേ? മൈനസ് എം വി ഇസ് ഈക്വൽ ടു സ്മോൾ എം വി. ദാറ്റ് ഈസ് അതിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റീകോയിൽ ഗൺ അല്ലേ? റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി ഇസ് ഈക്വൽ ടു മൈനസ് സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ദാറ്റ് ഈസ് എം എന്ന് പറയുന്നത് എന്താണ്? റീകോയിൽ വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ഗൺ. സ്മോൾ എം എന്താണ്? സ്മോൾ എം എന്താണ്? യെസ്, ബുള്ളറ്റിന്റെ മാസ് ആണ്. സ്മോൾ വി എന്താണ്? ബുള്ളറ്റിന്റെ വെലോസിറ്റി ആണ്, ഓർ മസിൽ വെലോസിറ്റി ആണ്. ക്യാപിറ്റൽ എം എന്താണ്? ബുള്ളറ്റിന്റെ മാസ് ആണ്. ഇതിൽ അതേപോലെ തന്നെ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എൻ്റെ മസിൽ വെലോസിറ്റി സ്മോൾ വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ സ്മോൾ എം. സെറ്റാണോടാ? സെറ്റാണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷെൽ എന്ന് വെച്ചാൽ ബുള്ളറ്റ് പോലത്തെ ഉള്ള സാധനം തന്നെയാണ്. ഷെല്ലൊന്നും കേട്ട് പഠിക്കേണ്ട, ബുള്ളറ്റിൻ്റെ. A shell of mass 0.20 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? എന്താണ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം ആദ്യം. A shell mass, ഷെൽ എന്ന് വെച്ചാൽ ബുള്ളറ്റിൻ്റെ മാസ്. സോ സ്മോൾ എം ഇസ് ഈക്വൽ ടു 0.020 kilogram is fired by a gun ഓഫ് മാസ്. ഗണ്ണിന്റെ മാസ് എത്രയാണ്? യെസ്, ക്യാപിറ്റൽ എം എത്രയാണ്? 100 കിലോഗ്രാം. 100 കിലോഗ്രാം ആണ്. ദ മസിൽ സ്പീഡ് ഓഫ് ദി ഷെൽ ഈസ് 80 മീറ്റർ പെർ സെക്കൻഡ്. മസിൽ സ്പീഡ് എന്ന് പറയുമ്പം ആർതാണ്? യെസ്, ബുള്ളറ്റിൻ്റെ അല്ലേ? സോ സ്മോൾ വി ഇസ് ഈക്വൽ ടു 18 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റീകോയിൽ സ്പീഡ് ഓഫ് ദി ഗൺ? സ്പീഡ് ആരുടെ റീകോയിൽ സ്പീഡാണ്? ദാറ്റ് മീൻസ് നമ്മുടെ ക്യാപിറ്റൽ വി ആണടാ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ വി ദാറ്റ് ഈസ് എനിക്കറിയാം എന്ത്? ക്യാപിറ്റൽ വി ഇസ് ഈക്വൽ ടു മൈനസ് സ്മോൾ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ആണെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡയറക്റ്റ് കൊടുക്കല്ലേ. മൈനസ് 0.020 ഇൻറ്റു വി എത്രയാണ്? 18 ഡിവൈഡഡ് ബൈ 100. എത്രയാണ് വരുന്നത് നോക്കിയേ. എത്രയാണടാ? മൈനസ് 0.0116 minus 0.016 meter per second. സ്പീഡാണ് ചോദിച്ചത്. സോ നിങ്ങൾ നെഗറ്റീവ് ഇടണ്ട. വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0.016 മീറ്റർ പെർ സെക്കൻഡ് എഴുതിയാൽ മതി. ഈ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? യെസ്, റീകോയിൽ വെലോസിറ്റി ബുള്ളറ്റിൻ്റെ വെലോസിറ്റിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അതാണ് ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒന്നുമില്ല. തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതി. ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും മാറിപ്പോകരുത്. മാറിപ്പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും. ഓക്കെ, മാസ് 0.020 ആണ്. ഗണ്ണിൻ്റെ മാസ് 100 കിലോഗ്രാം ആണ്. വെലോസിറ്റി ആരുടെ? മസിൽ വെലോസിറ്റി 18 ആണ്. റീകോയിൽ വെലോസിറ്റി ആണ് നമ്മളോട് ചോദിച്ചത്. ആസ് നമുക്കറിയാം, ഇക്വേഷൻ അറിയാം അല്ലേ? റിക്കോയിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു മസിൽ വെലോസിറ്റി ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി ഗൺ. ദാറ്റ് ഈസ് നേരെ കൊടുത്തു മൈനസ് 0.020 ഇൻറ്റു 18 ഡിവൈഡ് ബൈ 100. എന്ത് കിട്ടി? 0.016 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? യെസ്, മസിൽ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത്? റിക്കോയിൽ സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, a person firing a bullet from a gun experience a backward jerk. അതായത് ബാക്കിലേക്ക് വരുന്നു, ഗണ്ണ് ബാക്കിലേക്ക് വരുന്നു. What write the principle behind this? ഏത് പ്രിൻസിപ്പൾ പ്രകാരമാണ് ഇത് വരുന്നത്? ഏതാണടാ പ്രിൻസിപ്പൾ? ഏതാണ്? പറയൂ. അപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഏതായിരിക്കും പ്രിൻസിപ്പിള്? ഏതായിരിക്കും പ്രിൻസിപ്പിള്? യെസ്, തന്നെ ഏതായിരിക്കും പ്രിൻസിപ്പിള്? യെസ്, കൺസർവേഷൻ ഓഫ് ലോ ഓഫ്, ഇവിടെ എഴുതണ്ട, താഴെ എഴുതാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഓർ നിങ്ങൾക്ക് ദ
തേർഡ് ലോ ഓഫ് മോഷൻ എന്നും പറയാം. തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ ലോ. ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള പറയാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഓർ തേർഡ് ലോ ഓഫ് മോഷൻ, ഏത് എഴുതിയാലും സെയിം. കാരണമാണെന്ത്, തേർഡ് ലോ ഓഫ് മോഷൻ എന്താണ്, ഫയർ ചെയ്യുന്ന സമയത്ത് ബാക്കോട്ട് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബി. ഇൻ ദ ഫയറിംഗ് പ്രോസസ് ദ സ്പീഡ് ഓഫ് ദി ഗൺ ഈസ് വെരി ലോ. എന്താണ് ഫയറിംഗ് പ്രോസസ്സിൽ സ്പീഡ് ഓഫ് ദി ഗൺ ഈസ് വെരി ലോ. വെലോസിറ്റി, മസിൽ വെലോസിറ്റി കുറവാണെന്നാണ് പറയുന്നത്. സോറി, ഗണ്ണിൻ്റെ റീകോയിൽ വെലോസിറ്റി, മസിലല്ല റീകോയിൽ വെലോസിറ്റി. വി വെരി ലോ കമ്പയർഡ് ടു ദ സ്പീഡ് ഓഫ് ദി ബുള്ളറ്റ്. മസിൽ വെലോസിറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, എൻ്റെ റീകോയിൽ വെലോസിറ്റി കുറവാണെന്നാണ് പറഞ്ഞത്. സബ്സ്റ്റൻഷ്യൽ ദ അബവ് സ്റ്റേറ്റ്മെന്റ് മാത്തമാറ്റിക്കലി ഇത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എന്താണ്, നമ്മൾ നേരത്തെ പഠിച്ച സെയിം ഇക്വേഷൻ തന്നെ. എന്താണ്, വി ഇസ് ഈക്വൽ ടു -mv ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. നിങ്ങൾ ഇവിടെ നോക്കിയേ, എൻ്റെ ഗണ്ണിൻ്റെ മാസാണെന്ത്, എൻ്റെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എം എന്താണ്, എൻ്റെ ക്യാപിറ്റൽ എം കൂടുന്ന സമയത്ത് എൻ്റെ വെലോസിറ്റിയിലെ ഗണ്ണിൻ്റെ വെലോസിറ്റി എന്താണ്, കുറയില്ലടാ. ക്യാപിറ്റൽ എം കൂടുന്ന സമയത്ത് എൻ്റെ ഗണ്ണിൻ്റെ വെലോസിറ്റി കുറയില്ലേ. നോക്കൂ, ഈ വെലോസിറ്റി കൂടുന്ന സമയത്ത് എൻ്റെ മാസ് കുറയും. ഓർ എൻ്റെ മാസ് കൂടുന്ന സമയത്ത് എൻ്റെ വെലോസിറ്റി എന്താവും, കുറയും. എൻ്റെ എന്താണ്, ഗണ്ണിന് മാസ് കൂടുതലല്ലേടാ. ബുള്ളറ്റിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഗണ്ണിന് എന്താണ്, മാസ് കൂടുതലാണ് അല്ലേ. ഗണ്ണിന് മാസ് കൂടുതലാണ്. ബുള്ളറ്റിന് എന്താണ്, മാസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ എന്താണ്, ഗണ്ണിന് മാസ് കൂടുതലാണ്, അതുകൊണ്ട് എന്തായിരിക്കും വെലോസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഗണ്ണിന് എന്താണ്, മാസ് കൂടുതലാണ്, അതുകൊണ്ട് വെലോസിറ്റി കുറവായിരിക്കും കമ്പയർഡ് ടു ദ ബുള്ളറ്റ്. ഈ ബുള്ളറ്റിനെ നോക്കുകയാണെങ്കിൽ മാസ് എന്തായിരിക്കും, കമ്പയർഡ് ടു ദി ഗൺ എന്തായിരിക്കും, കുറവായിരിക്കില്ലേ. ഗണ്ണിൻ്റെ മാസ് വെച്ച് നോക്കുന്ന സമയത്ത് ബുള്ളറ്റിൻ്റെ മാസ് കുറവല്ലേ. ബുള്ളറ്റിൻ്റെ മാസ് കുറവാണ്. സോ മാസ് കുറവായത് കൊണ്ട് തന്നെ എൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും. തെറ്റാണോ? ജസ്റ്റ് ഈ ഇക്വേഷൻ തന്നെ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. എന്താണ്, അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ എന്താണ്, മാസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കുറയും അല്ലേ. ഗണ്ണിൻ്റെ മാസ് എന്താണ്, കൂടുതലാണ്. സോ വെലോസിറ്റി കുറവായിരിക്കും. ബുള്ളറ്റിനെ നോക്കുകയാണെങ്കിൽ മാസ് എന്താണ്, ബുള്ളറ്റിൻ്റെ കുറവാണ്, അതുകൊണ്ട് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, റെഡിയാണോ, സെറ്റാണോ? നെക്സ്റ്റ്, ദ കൊളിഷൻ ഓഫ് ടു ബോഡീസ്. നെക്സ്റ്റ് അപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ നെക്സ്റ്റ് അപ്ലിക്കേഷൻ ആണ് എന്ത്, ദ കൊളിഷൻ ഓഫ് ടു ബോഡീസ്. രണ്ട് ബോഡീസിന്റെ കൊളിഷൻ എന്ന് പറയുന്നത്. നോക്കാം. ടോട്ടൽ ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരമാണെങ്കിൽ ബിഫോർ കൊളിഷനും എന്തായിരിക്കണം, ആഫ്റ്റർ കൊളിഷനും ഈക്വൽ ആയിരിക്കണം അല്ലെ. ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ ഇതിൽ തെളിയിക്കാൻ പോകുന്നത്. ടു ബോഡീസ് കൊളിഷൻ ഓഫ് ടു ബോഡീസിൽ തെളിയിക്കാൻ പോകുന്നത്. ദ ഫൈനൽ മൊമെന്റവും ഇനീഷ്യൽ മൊമെന്റവും ഈക്വൽ ആണെന്നാണ് തെളിയിക്കുന്നത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫൈനൽ മൊമെന്റം ഓഫ് ദി ഐസൊലേറ്റഡ് സിസ്റ്റം ഈക്വൽസ് ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റവും ഇനീഷ്യൽ മൊമെന്റവും ഈക്വൽ ആയിരിക്കും എപ്പോൾ, യെസ്, ഇൻ ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലേ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ നോക്കാം, തെളിയിച്ചാലോ? ഓക്കെ നോക്കോ. രണ്ട് ബോഡീസ് എന്താണ്, ഒന്നിൻ്റെ മാസ് എന്താണ്, m1 ആണ്, രണ്ടാമത്തെ മാസ് m2 ആണ്. ഓക്കെ, ഒന്നിൻ്റെ മാസ് m1 ആണ്, രണ്ടാമത്തെ മാസ് m2 ആണ്. ഒന്നിൻ്റെ വെലോസിറ്റി u1 ആണ്, രണ്ടാമത്തെ വെലോസിറ്റി u2 ആണ്. ഓക്കെ, ഒന്നാമത്തെ ഇങ്ങോട്ടും രണ്ടാമത്തെ ഇങ്ങോട്ടും പോവാണ്, സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്, അതിലൊന്നും ഒരു മാറ്റമില്ല. നെക്സ്റ്റ് എന്താണ്, രണ്ടും വന്നിട്ട് കൊളൈഡ് ചെയ്തു. കൊളൈഡ് m1 m2. ദെൻ എന്താണ്, വീണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് പോവാണ്. m1 m2 എന്തായി, കൊളൈഡ് ചെയ്തു. ദെൻ എന്തായി, ഇതിൻ്റെ വെലോസിറ്റി മാറിയില്ലേ, വെലോസിറ്റി മാറി. ഇതെന്തായി, v1 വെലോസിറ്റിയും ഇതെന്തായി v2 വെലോസിറ്റിയും ആയി. v1 വെലോസിറ്റിയും മറ്റേതിനെന്തായി, v2 വെലോസിറ്റിയും ആയിട്ട് മാറി. നിങ്ങൾ പറയൂടാ, നിങ്ങൾ പറഞ്ഞേ എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പ്രകാരം എനിക്ക് എന്ത് തെളിയിക്കണം? ഇതാണെന്ത്, ബിഫോർ കൊളിഷൻ.
കൊളിഷൻ. ഇതാണെന്ത്? ആഫ്റ്റർ കൊളിഷൻ. ആഫ്റ്റർ കൊളിഷൻ. ആഫ്റ്റർ കൊളിഷൻ എന്ത് തെളിയിക്കണം? യെസ്, എൻ്റെ ബിഫോർ കൊളിഷൻ അല്ലേ, മൊമെൻറ്റം പി ആണ്. മൊമെൻറ്റത്തിന് ഞാൻ പി ഇട്ടതാണ്. മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. നിങ്ങൾ എക്സാമിന് പി എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. മൊമെൻറ്റം തന്നെ എഴുതണം. കൊളിഷൻ ഞാനിപ്പം എന്താണ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് എഴുതിയാണ്. മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ബിഫോർ കൊളിഷനുള്ള മൊമെൻറ്റം എന്തായിരിക്കും? മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എന്തായിരിക്കും പറഞ്ഞേ? മൊമെൻറ്റം പി ബിഫോർ കൊളിഷൻ. മൊമെൻറ്റം ബിഫോർ കൊളിഷനാണ്. അത് പിക്ചർ ഞാൻ എടുത്തിട്ട് പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഓക്കെ, കുറച്ച് താഴത്തോട്ടെ. ഓക്കെ, ദെൻ നമുക്കിത് റേസ് ചെയ്യാം. ഓക്കെ ഓക്കെ, നോക്കൂ. സെറ്റ് നോക്കൂ, ഇതെന്താണ്? ബിഫോർ കൊളിഷനുള്ള സംഭവമാണ് അല്ലേ? ഇത് ബിഫോർ കൊളിഷനാണിത്. ബിഫോർ കൊളിഷനാണിത്. ബിഫോർ കൊളിഷൻ ഉണ്ടാവുന്ന മൊമെൻറ്റം എന്താണ്? മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, m1u1 പ്ലസ് m2u2 അല്ലേ? ബിഫോർ കൊളിഷൻ ഉണ്ടാവുന്ന മൊമെൻറ്റം എന്തായിരിക്കും? m1u1 പ്ലസ് m2u2. ഇനി ആഫ്റ്റർ കൊളിഷൻ ഇതാണ് നമ്മുടെ ആഫ്റ്റർ കൊളിഷൻ. ആഫ്റ്റർ കൊളിഷൻ കോപ്പി. ഓക്കെ, ഇതാണെന്ത്? എൻ്റെ ആഫ്റ്റർ കൊളിഷൻ അല്ലേ? ആഫ്റ്റർ കൊളിഷൻ. ഇതാണ് ബിഫോർ കൊളിഷൻ, ഇതെൻ്റെ ആഫ്റ്റർ കൊളിഷനാണ്. ഓക്കെ, ആഫ്റ്റർ കൊളിഷൻ നോക്കിക്കേ, എന്തായിരിക്കും ആഫ്റ്റർ കൊളിഷൻ ഉണ്ടാവുന്ന മൊമെൻറ്റം? ആഫ്റ്റർ കൊളിഷൻ. മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ എന്തായിരിക്കും പറഞ്ഞത് നിങ്ങൾ? യെസ്, m1v1 പ്ലസ് m2v2 ആയിരിക്കും അല്ലേ? m1v1 പ്ലസ് m2v2 ആയിരിക്കും. എന്താ അവിടെ നമുക്ക് തെളിയിക്കേണ്ടത്? m1u1 പ്ലസ് m2u2 ഈക്വൽ ടു m1v1 പ്ലസ് m2v2 എന്നാണ്. ഓക്കെ, m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. ഇതാണല്ലോ തെളിയിക്കേണ്ടത്. എല്ലാവരും സെറ്റല്ലേ? ഒക്കെ ആണല്ലോ. ഓക്കെ, നോക്കാം. എന്താണ് ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ? ഇത് ഫസ്റ്റ് ബോഡിയാണ്. ഫസ്റ്റ് ബോഡി, ഇത് സെക്കൻഡ് ബോഡി. നിങ്ങൾ പറഞ്ഞേടാ, ഫസ്റ്റ് ബോഡി ഇത്രയും കാര്യങ്ങൾ നമുക്ക് തെളിയിക്കേണ്ടതാണ്. ഇനി നമുക്ക് തെളിയിക്കേണ്ട കാര്യം ഞാൻ ബോക്സിലാക്കി വെക്കാൻ വേണമെങ്കിൽ ഓക്കെ, സെറ്റ്. നോക്കൂ, ഫസ്റ്റ് ബോഡി. ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ മൊമെൻറ്റ് എന്താണ്? പറയൂ. മൊമെൻറ്റ് ഇനീഷ്യൽ മൊമെൻറ്റ് എന്താണ് പറഞ്ഞേ? യെസ്, m1u1 അല്ലേ? ഇതല്ലേടാ ഫസ്റ്റ് ബോഡി. ഇതാണ് ഫസ്റ്റ് ബോഡി. ഇത് സെക്കൻഡ് ബോഡി, ഇതും സെക്കൻഡ് ബോഡി. നോക്കൂ, മാസ് നോക്കുക, സെയിം അല്ലേ? വെലോസിറ്റി മാറുന്നുള്ളൂ, പക്ഷെങ്കിൽ ബോഡി മാറുന്നില്ല. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്?
യെസ് m1u1 ആണ് അല്ലേ, m1u1 ആണ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി എന്താണ്? യെസ് m1v1 ആണ് അല്ലേ, m1v1 ആണ്, m1v1 ആണെന്ത് എൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ഡെൽറ്റ പി എന്താണ് പറയൂ? ഡെൽറ്റ പി യെസ് പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ. ഇതൊക്കെ എന്ത് ചോദിക്കാനാണ് അല്ലേ? പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ ആണ്. ദാറ്റ് ഈസ് m1v1 മൈനസ് m1u1 എന്ന് കിട്ടും. m1v1 മൈനസ് m1u1. നെക്സ്റ്റ് ഞാൻ എന്താക്കണം? ഇതിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എടുക്കുന്നു. ദാറ്റ് ഈസ് m1v1 മൈനസ് m1u1 ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, m1v1 മൈനസ് m1u1 ഡിവൈഡഡ് ബൈ ടി. നേരെ മറിച്ച് നമ്മൾ എന്താക്കണം? സെക്കൻഡ് ബോഡിയിലേക്ക് പോവാണ്. സെക്കൻഡ് ബോഡിയുടെ എന്താണ് ഫൈനൽ ഇനീഷ്യൽ മൊമെന്റ് എന്താണ്? ഇനീഷ്യൽ മൊമെന്റ് എന്താണെന്ന് നോക്കിയാൽ നിങ്ങൾ സെക്കൻഡ് ബോഡി എവിടെ? ഇതാ എന്താണ്? m2u2 അല്ലേ. ഇനീഷ്യൽ മൊമെന്റ് എന്താണ്? m2u2 ആണ്. ഫൈനൽ എന്താണ്? m2v2y. ഓക്കെ, ദാറ്റ് ഈസ് ഇനീഷ്യൽ എന്താണ്? m2u2. ഫൈനൽ എന്താണ്? ഫൈനൽ ഇസ് ഈക്വൽ ടു m2v2 ആണല്ലോ. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇത് നിങ്ങൾ പറഞ്ഞേ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് എന്ത് വരും? യെസ് പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ. പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് m2v2 മൈനസ് m2u2. സെയിം പരിപാടി ഉണ്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെൽറ്റ പി എന്തൊക്കെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് m2v2 മൈനസ് m2u2 ഡിവൈഡഡ് ബൈ ടൈം എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം നിങ്ങൾ പറഞ്ഞേടാ എന്താണ് തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം? എനിക്കറിയാം എന്ത് തേർഡ് ലോ ഓഫ് മോഷൻ പ്രകാരം എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ ആണെന്ന് അല്ലേ? എന്താണ്? എ എന്ന ബോഡി ബിയിൽ കൊടുക്കുന്ന ഫോഴ്സിന് സെയിം ആൻഡ് ഈക്വൽ ആയിരിക്കും എന്ത്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ബി എന്ന് പറയുന്ന ബോഡി എയിൽ കൊടുക്കുന്നതും. അതായത് ഇവിടെ നോക്കിയേ എന്താണ്? കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് എൻ്റെ ഫസ്റ്റ് ബോഡിയാണ്, ഇതെൻ്റെ സെക്കൻഡ് ബോഡി. എൻ്റെ ഫസ്റ്റ് ബോഡി എന്താണ്? സെക്കൻഡ് ബോഡിയിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും എന്ത്? എൻ്റെ സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത് ആയിരിക്കില്ലേ? സോ അത് പ്രകാരം എനിക്ക് എങ്ങനെ എഴുതാം? യെസ് എന്ത് എഴുതാം പറഞ്ഞേ നിങ്ങൾ? എഫ് എ ബി എന്താണ് ഇവിടെ വരിക? എഫ് എ ബി ഇസ് ഈക്വൽ ടു ഏതാണ്? യെസ് നമ്മുടെ m1v1 മൈനസ് m1u1 ഡിവൈഡഡ് ബൈ ടി. അതാണെന്ത് എൻ്റെ എഫ് എ ബി വരിക. ഇനി എഫ് ബി എ എന്തായിരിക്കും? എഫ് ബി എ എന്തായിരിക്കും? യെസ് m2v2 മൈനസ് m2u2 ഡിവൈഡഡ് ബൈ ടി. നേരെ ഇതിൽ കൊടുത്തേ. ദാറ്റ് ഈസ് m1v1 മൈനസ് m1u1 ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു മൈനസ് m2v2 മൈനസ് m2u2 ഡിവൈഡഡ് ബൈ ടി ആണല്ലോ. നോക്കൂ m1v1 മൈനസ് m1u1 ഡിവൈഡ് ബൈ ടി ഈക്വൽ ടു മൈനസ് m2v2 ബൈ ടി പ്ലസ് m2u2 ബൈ ടി. ഇവിടെ എന്താണ്? ടൈം എന്താണ്? കോമൺ അല്ലേ? സോ ടൈം എന്താണ്? ക്യാൻസൽ ചെയ്തു. ടൈം പോയി. ഓക്കെ, ടൈം നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ടൈം ക്യാൻസലായി. ദാറ്റ് മീൻസ് എന്ത് കിട്ടി എനിക്ക്? പേജില്ല. എന്ത് കിട്ടി? ജസ്റ്റ് ഒന്ന് ചെറുതായിക്കോട്ടെ. ഓക്കെ, എന്ത് കിട്ടി? ടൈം പോയി. ദാറ്റ് മീൻസ് m1v1 മൈനസ് m1u1 ഈക്വൽ ടു മൈനസ് m2v2 പ്ലസ് m2u2. വീട് ടൈമൊക്കെ ഞാൻ ഒരുമിച്ച് എഴുതാൻ പോവാണ്. വീട് ടൈം എന്ന് പറയുമ്പോൾ ഒരു വി ഇവിടെ ഉണ്ട്, സോ ഈ വീട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. അതേപോലെ തന്നെ യുവിൻ്റെ ടൈമിനൊക്കെ ഒരുമിച്ച് ചെയ്യുന്നു. ഇവിടെ ഇതാ ഒരു യു,
ഇവിടുത്തെ ഒരു യു. സോ ഈ യുവിനെ ഞാൻ ഇങ്ങോട്ടേക്കും എടുക്കുന്നു. സോ എന്ത് കിട്ടും എനിക്ക്? M1V1 മൈനസ് ഈക്വൽ ടു കൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും? യെസ് പ്ലസ് ആവൂലേ, പ്ലസ് M2V2 ഈക്വൽ ടു ഇതെന്താണ്? യെസ് മൈനസ് ഇപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് M1V1 പ്ലസ് M2U2 എന്ന് കിട്ടി. M1V1 പ്ലസ് M1V1 പ്ലസ് M2V2 is equal to M1 U ആണിത്, U1 പ്ലസ് M2U2. ദാറ്റ് ഈസ് ഒന്ന് അറേഞ്ച് ചെയ്താലും M1U1 പ്ലസ് M2U2 ഈക്വൽ ടു M1V1 പ്ലസ് M2V2. നിങ്ങൾ നോക്കിയോ, ഇത് പറയുന്നതിന് മുമ്പ് എന്ത് പ്രൂവ് ചെയ്യണം അതിന് പറഞ്ഞത്? M1U1 പ്ലസ് M2U2 is equal to M1V1 പ്ലസ് M2V2. നമുക്കിപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? M1U1 പ്ലസ് M2U2 is equal to M1V1 പ്ലസ് M2V2. സോ എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മൾ പൂർത്തീകരിച്ചു. യെസ് ഓക്കെ. M1U1 പ്ലസ് M2U2 is equal to M1V1 പ്ലസ് M2V2. ഇതെന്താണ്? M1U1 പ്ലസ് M2V2 എന്താണ്? യെസ് ഒന്നുകൂടി ചേർത്തേക്കേ. എന്താണ് M1U1 പ്ലസ് M2U2 എന്താണ്? യെസ് ബിഫോർ കൊളിഷനിലെ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈക്വൽ ടു M1V1 പ്ലസ് M2V2 എന്താണ്? യെസ് മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്ത് തെളിയിച്ച് നമ്മൾ? മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. പ്രൂവ് ചെയ്തില്ലടാ, പ്രൂവ് ചെയ്തില്ലേ? ദിസ് ഈസ് മൈ എന്താണ് പ്രൂഫ്. ഒന്നും കൂടി നോക്കാം. ഒന്നുമില്ല, ദ കൊളിഷൻ ഓഫ് ടു ബോഡീസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ദ ടോട്ടൽ ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി നമുക്ക് തെളിയിക്കേണ്ടത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫൈനൽ മൊമെന്റം എന്തായിരിക്കും? ഓഫ് ദ ഐസൊലേറ്റഡ് ബോഡി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റ് ആയിരിക്കും. അത് രണ്ട് ബോഡി ഉണ്ട്, M1 M2 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബോഡി ഉണ്ട് എൻ്റെ അടുത്ത്. ആ രണ്ട് ബോഡി എന്താണ്? ഈ രണ്ട് ബോഡീസ് ഉണ്ട്. ഈ രണ്ട് ബോഡീസ് എന്താണ്? ഒന്ന് U1 വെലോസിറ്റിയിലും മറ്റേത് U2 വെലോസിറ്റിയിലാണെന്ത് മൂവ് ചെയ്യുന്നത്. രണ്ടും എന്തായി? കൊളൈഡ് ചെയ്തു. ദെൻ എന്താണ്? രണ്ടും സെപ്പറേറ്റ് മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഒന്നെന്താണ്? സെയിം വെലോസിറ്റിയിൽ. ഒന്ന് V1 മറ്റെന്തായി? V2 ആയി. ഓക്കെ, എന്ത് ചേഞ്ച് ചെയ്തു? വെലോസിറ്റി മാറി. U1 വെലോസിറ്റി V1 ആയിട്ടും U2 വെലോസിറ്റി V2 ആയിട്ടും മാറി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇവിടെ നോക്കും, ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ഫൈനൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ദാറ്റ് ഈസ് ബിഫോർ കൊളിഷൻ അല്ലേ, ബിഫോർ കൊളിഷനും ആഫ്റ്റർ കൊളിഷനും ഈക്വൽ ആയിരിക്കും. മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ ആണെന്ന് തെളിയിക്കണം. ദാറ്റ് ഈസ് എന്താണ്? മൊമെന്റം ബിഫോർ കൊളിഷൻ ഫസ്റ്റത്തെ ബോഡിയുടെ മൊമെന്റ്, ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ബോഡി അല്ലേ, ഫസ്റ്റത്തെ ബോഡി ഇത് സെക്കൻഡ് ബോഡി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റ് എന്താണ്? ഫസ്റ്റ് ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് എന്താണ്? യെസ് M1U1 പ്ലസ് ബിഫോർ കൊളിഷൻ ആണ്. മൊമെന്റം ബിഫോർ കൊളിഷൻ എന്താണ്? M1U1 പ്ലസ് M2U2. ആഫ്റ്റർ കൊളിഷൻ മൊമെന്റ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ എന്താണ്? M1V1 പ്ലസ് M2V2. അങ്ങനെയാണെങ്കിൽ എനിക്ക് തെളിയിക്കേണ്ട കാര്യം എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് പ്രകാരം എനിക്ക് എന്ത് തെളിയിക്കണം? യെസ് മൊമെന്റം ബിഫോർ അല്ലേ, PBC is equal to momentum after collision. That means M1U1 plus M2U2 is equal to M1V1 plus M2V2 എന്ന് തെളിയിക്കണം. എങ്ങനെയാണ് തെളിയിച്ചത്? രണ്ട് ബോഡിയിലെ ഫസ്റ്റ് ബോഡി ഇത്, സെക്കൻഡ് ബോഡി ഇത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് എന്താണ്? ഫസ്റ്റ് ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് എന്താണ്? യെസ് M1U1 പ്ലസ് M1V1. അതേപോലെ തന്നെ സെക്കൻഡ് ബോഡിയുടെ ടോട്ടൽ മൊമെന്റ് എന്താണ്? M2U2 പ്ലസ് M2V2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബോഡിയുടെ ടോട്ടൽ മൊമെന്റം കണ്ടുപിടിച്ചു, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ദാറ്റ് മീൻസ് M1V1 മൈനസ് M1U1. ഇനി എന്താക്കി? T വെച്ചിട്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് M1V1 മൈനസ് M1U1 ഡിവൈഡഡ് ബൈ T. അതേപോലെ തന്നെ ഞാൻ എന്താക്കി? സെക്കൻഡ് ബോഡിയുടേതും ചെയ്തു. എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റ് എന്താണ് കിട്ടുക? യെസ് P ഫൈനൽ മൈനസ് P ഇനീഷ്യൽ. ദാറ്റ് മീൻസ് M2V2 മൈനസ് M2U2. ദാറ്റ് ഈസ് അതിനെ എന്താക്കി? ഞാൻ T വെച്ച് ഡിവൈഡ് ചെയ്തു.
delta P by delta T is equal to m2v2 minus m2u2 divided by T. Then according to third law of motion പ്രകാരം എനിക്ക് എന്തറിയാം? യെസ്, ഒരു ബോഡി മറ്റേ ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് നേരെ മറ്റേ ബോഡി ഫസ്റ്റ് ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ബോഡിയും ഇതെൻ്റെ സെക്കൻഡ് ബോഡി. ഞാൻ എൻ്റെ ഫസ്റ്റ് ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ ഫോഴ്സിനും സെയിം ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ആര് കൊടുക്കുക? സെക്കൻഡ് ബോഡീൻ്റെ ഫസ്റ്റ് ബോഡിയിലേക്ക് കൊടുക്കാം. സോ അത് പ്രകാരം FAB is equal to minus FBA എന്ന് എഴുതാൻ പറ്റും നമുക്ക്. അത് പ്രകാരം എനിക്ക് എന്ത് എഴുതാം? എൻ്റെ FAB എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഫസ്റ്റ് ബോഡി അല്ലേ, എൻ്റെ ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡിയിലേക്ക് കൊടുത്ത ഫോഴ്സ്, അതായത് m1v1 മൈനസ് m1u1 ഡിവൈഡ് ബൈ ടി. എന്തുകൊണ്ടാണ് ഫോഴ്സ് ഞാൻ ഇങ്ങനെ എഴുതിയത്? യെസ്, നമ്മുടെ dp/dt അല്ലേ, ദാറ്റ് ഈസ് അതല്ലേ ഫോഴ്സ് ഈക്വൽ ടു ചേഞ്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൂവ്മെന്റ് അല്ലേ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ചേഞ്ച് ഇൻ മൂവ്മെന്റ് ഡിവൈഡ് ബൈ ടി. m1v1 മൈനസ് m1u1 ഡിവൈഡ് ബൈ ടി. അതേപോലെ തന്നെ FBA എന്താണ്? m2v2 മൈനസ് m2u2 ഡിവൈഡ് ബൈ ടി. ദാറ്റ് ഈസ് ഈ ഇക്വേഷനിലേക്ക് ഞാൻ പുട്ട് ചെയ്തു. എന്ത് കിട്ടി എനിക്ക്? FAB, ദാറ്റ് മീൻസ് m1v1 മൈനസ് m1u1 ഡിവൈഡ് ബൈ ടി ഇസ് ഈക്വൽ ടു മൈനസ് FBA. FBA എന്താണ്? m2v2 മൈനസ് m2u2 ഡിവൈഡ് ബൈ ടി. ദാറ്റ് ഈസ് ഈ നെഗറ്റീവ് എന്താണ്? ഓപ്പൺ ചെയ്യാണ്, നെഗറ്റീവ് ഓപ്പൺ ചെയ്യാണ്. ദാറ്റ് ഈസ് ഈ നെഗറ്റീവ് എന്താവും? ഒന്ന് m2v2നും ഒന്ന് ഇതിലേക്കും കൊടുക്കും. ദാറ്റ് മീൻസ് മൈനസ് m2v2 പ്ലസ് നെഗറ്റീവ് എന്താവും? പോസിറ്റീവ് ആവും, പ്ലസ് m2u2 കിട്ടും. ഓക്കെ, ദാറ്റ് മീൻസ് m1v1 മൈനസ് m1u1 ഡിവൈഡ് ബൈ ടി ഈസ് ഈക്വൽ ടു മൈനസ് m2v2 ഡിവൈഡ് ബൈ ടി പ്ലസ് m2u2 ഡിവൈഡ് ബൈ ടി. ടി എന്താണ്? കോമൺ ആണ്. സോ ടി ഒക്കെ എന്താണ്? ക്യാൻസൽ ഔട്ട് ചെയ്തു. ദെൻ എനിക്ക് എന്ത് കിട്ടി? m1v1 മൈനസ് m1u1 ഇസ് ഈക്വൽ ടു മൈനസ് m2v2 പ്ലസ് m2u2. വിയുടെ ടേം ഒക്കെ ഒരുമിച്ച് എഴുതി, യുവിൻ്റെ ടേം ഒക്കെ ഒരുമിച്ച് എഴുതി. അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? m1v1 പ്ലസ് m2v2 ഇസ് ഈക്വൽ ടു m1u1 പ്ലസ് m2u2. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2. അതായത് m1u1 പ്ലസ് m2u2 എന്തായിരുന്നു? യെസ്, ബിഫോർ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ആയിരുന്നു. അതേപോലെ തന്നെ m1v1 പ്ലസ് m2v2 എന്തായിരുന്നു? യെസ്, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ ആയിരുന്നു. ദാറ്റ് മീൻസ് ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇവിടെ പ്രൂവ് ചെയ്തു. സെറ്റല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? അടുത്ത ക്ലാസ്സിൽ വെയിറ്റ് ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തതായിരിക്കും. അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിൽ എവിടെ? യെസ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് ഫസ്റ്റ് ക്ലാസ്സിലെടുത്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 2 ടോപ്പിക്കും കൂടി കവർ ചെയ്തു. ഇനി ഇത്രയും ടോപ്പിക്കും കൂടി കഴിഞ്ഞാൽ എന്താണ്? ചാപ്റ്റർ എന്തായി? ഫിനിഷായി. സോൾവിങ് പ്രോബ്ലംസ് ഇൻ മെക്കാനിക്സ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നുണ്ട്. സോ എന്താണ്? ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ബൈ.